കർത്താവേ, സ്തോത്രം ദൈവമേ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഇപ്പോൾ ഞങ്ങളുടെ ഇടയിലേക്ക് കർത്താവേ അഭിഷേകമായി വരണമേ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഉടമ്പടിയിലെ നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. നിമിഷം ആനന്ദദായക നിമിഷം കണ്ണീർ തുടയ്ക്കാൻ മാറോട് ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം ഇത് ആരാധനയുടെ നിമിഷം ആത്മാവുണരുന്ന നിമിഷം ആനന്ദദായക നിമിഷം കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം ഇത് ആരാധനയുടെ നിമിഷം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഈശോ മഹത്വ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിശക്തമായി സ്തുതിക്കട്ടെ. കരങ്ങളുയർത്തി സ്തുതിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. മനമുയർത്തി സ്തുതിക്കട്ടെ. ജീവൻ നൽകാൻ വരുന്ന ദൈവം ഇതാ നിന്റെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഉടമ്പടി നിയോഗങ്ങളെ സ്പർശിക്കാൻ ഈശോ ഇതാ എഴുന്നള്ളി വന്നിരിക്കുന്നു. നിന്റെ രോഗദുരിതങ്ങളിലേക്ക്, നിന്റെ കടഭാരങ്ങൾ ഏറ്റെടുക്കാൻ, നിന്നെ ആശ്വസിപ്പിക്കാൻ ഇതാ ഈശോ എഴുന്നള്ളി വന്നിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധിക്കട്ടെ. ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയെ നോക്കിക്കൊണ്ട് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അവരുടെ നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ ജയം നിറയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഉടമ്പടിയെടുത്ത ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ചിട്ടുള്ള 6 നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ആരാധിച്ചിടുന്നു യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളുടെ മേല് കർത്താവിന്റെ കൃപ ചൊരിയപ്പെടുവാൻ അഭിഷേകത്തോട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കൃപാസന പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുവാൻ തിരുസഭയുടെ മേൽ ആത്മാവ് ആരാധന. യേശുവേ ആരാധന, ആരാധന. നിൻ തിരുമുൻപിൽ യേശുവേ ആരാധന. നിന്റേതായി തീർന്നിടുമ്പോൾ
തിരുമുൻപിൽ നിന്നിടുമ്പോൾ നിന്റേതായി തീർന്നിടുമ്പോൾ ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശയൊന്നു മാത്രം. ആനന്ദപൂരിതമാത്മം ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം. കർത്താവേ, കർത്താവേ ഞങ്ങളങ്ങേ നിരാവ്യാധിയിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബ സമാധാനമില്ലാതെ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഉടമ്പടി പുതുക്കി 1, 2, 3, 4, 6 തവണകൾ പുതുക്കി ഞങ്ങൾ സമർദ്യോഗങ്ങൾ ഇപ്പോൾ ധാരയിൽ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ജീവ സാന്നിധ്യത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. പരിശുദ്ധ കുർബാനയുടെ ജ്വലിക്കുന്ന ജീവൽ സാന്നിധ്യത്തിലെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി അതിശക്തമായ രീതിയിൽ മധ്യസ്ഥം വഹിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മൾ ഉടമ്പടി ചെയ്ത് പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഓൺലൈനിൽ ആരാധന കൂടുന്നവർ ഉടമ്പടി ചെയ്യാൻ എത്രയും വേഗം ആലപ്പുഴ എത്തി ഉടമ്പടി ചെയ്യണം എന്നുള്ള ചിന്തയിൽ കൂടുന്നവരുണ്ട്. അങ്ങനെ എല്ലാ ചിന്തകളും ശരിക്കും പറഞ്ഞാൽ ഫോക്കസ് ചെയ്യണത്, ലക്ഷ്യം വെക്കുന്നത് അമ്മയുടെ മാധ്യസ്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ആരാധനയുടെ ആദ്യ അവസരങ്ങളിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അനുസ്മരിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ മാതൃശക്തിയിൽ ആശ്രയിച്ച് ഉടമ്പടി ചെയ്ത് സമർപ്പിക്കുന്ന കർത്താവേ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനായി യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യുന്നത് ക്ലെയിം ആൻഡ് കപ്പാസിറ്റി എന്നുള്ള 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ കപ്പാസിറ്റി എന്താണ്? ഉടമ്പടിയുടെ ഓരോ ഫോർമുലയും നമുക്ക് നൽകുമ്പോൾ നമുക്ക് മനസ്സിലാകണത് നമ്മുടെ കേപ്പബിലിറ്റി, നമ്മുടെ കഴിവ് എന്തിനുള്ള കഴിവാണ്? ബൈബിളിലെല്ലാം കഴിവെന്നാണ് പറയണത്. വിശ്വാസം നമുക്ക് എന്ത് നൽകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം നമുക്ക് നിത്യജീവൻ നൽകുന്നുവെന്നാണ് നമ്മൾ ജ്ഞാനസ്ഥാനത്തിൽ ഏറ്റുപറയണത്. വിശ്വാസം, ഒരു ജ്ഞാനസ്ഥാന കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ മാതാപിതാക്കന്മാരോട് ചോദിക്കുന്നത്, നിങ്ങൾ സഭയോട് എന്താവശ്യപ്പെടുന്നു? ഉടനെ മാതാപിതാക്കന്മാർ പറയും, ഞങ്ങളുടെ വിശ്വാസം ആവശ്യപ്പെടുന്നു. ഉടനെ വൈദികൻ ചോദിക്കും, വിശ്വാസം നിങ്ങൾക്ക് എന്ത് തരുന്നു? ഉടനെ അവർ പറയും, വിശ്വാസം ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നു. അപ്പോൾ അവിടെ വിശ്വാസത്തിലാണ് കുഞ്ഞിനെ ജ്ഞാനസ്ഥാനപ്പെടുത്തുന്നത്. പക്ഷേ നിത്യജീവൻ നൽകുന്ന പോലെ തന്നെ വിശ്വാസം വേറെ ഒരു കാര്യം നമുക്ക് തരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ വേണ്ട വിധത്തിൽ ഒരു ഡിസ്കഷൻ, ഒരു ചിന്ത, ഒരു ആലോചന, ഒരു ചർച്ച എപ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, അത് മുതൽ നിൻ്റെ കപ്പാസിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്താ കാര്യം? വിശ്വാസം നമുക്ക് എന്താ തരണത്? വിശ്വാസം നമുക്ക് കഴിവ് നൽകും. ഇല്ല, നമുക്കിപ്പോഴും ഓരോ ഡിഗ്രിയൊക്കെ എടുക്കത്തില്ലേ പിള്ളേർ? അപ്പോൾ അവർക്കൊരു കഴിവ് വർദ്ധിക്കണം അവരുടെ.
അല്ലേ? ഇപ്പോൾ ഡോക്ടറേറ്റ് എടുക്കുന്നവർ ഇന്ന് അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായി. അതായത് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് വരെ ഗൈഡ് വളരെ ഇൻഡിഫറൻ്റായിട്ട്, ഒരു ജർമ്മൻ ഗൈഡാണ്, വളരെ ഇൻഡിഫറൻ്റായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ഗൈഡ് 3 അറ്റംപ്റ്റാണ് അവരുമായിട്ട് നടത്തിയത്. പക്ഷേ അവർ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് കാണിക്കുകയാണ്, ഒരു വിപ്രതിപത്തി, ഒരു ഒഴിവാക്കണ പരിപാടി കാണിച്ച്. പക്ഷെ അവരാണ് എൻ്റെ എക്സ്പേർട്ട്, അവർ ഗൈഡായ മാത്രമേ യൂണിവേഴ്സിറ്റി അത് അപ്രൂവ് ചെയ്യത്തുള്ളൂ. അത്രയും കലിബറുള്ള ഒരു ഗൈഡാണ്. പക്ഷേ ഇവരെ തന്നെ വേണം, പക്ഷേ ഇവർ മൈൻഡ് ചെയ്യണില്ല. അപ്പോൾ എന്നാ ചെയ്തിരിക്കണത്, അവർ വന്ന് ഉടമ്പടി ചെയ്തിട്ട് അമ്മയോട് പറയും, അമ്മ ഗൈഡ് ഇൻഡിഫറൻ്റ് ആണെന്ന് പറയും. ഗൈഡ് ഇൻഡിഫറൻ്റാണ്. ഇപ്പോൾ ഉടമ്പടി ചെയ്യാൻ വരുന്ന കുറേ മനുഷ്യർ അമ്മയോട് ശരിക്കും സംസാരിച്ചിട്ടാണ് പോണത്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ പരിശുദ്ധ, അതായത് നമുക്ക് ഈ ദൈവസംസാരമൊക്കെ വന്ന എപ്പോഴാണെന്ന് അറിയാവോ? ഒന്നെങ്കിൽ നമുക്ക് അതിമൗനം വരും, അല്ലെങ്കിൽ നമുക്ക് അതിസംസാരം വരും. ഇത് രണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ചിലർ അതിമൗനമായിരിക്കും, ആത്മാവ് നിറഞ്ഞ് അതിമൗനമായി പോകും. ചിലർ നന്നായി സംസാരിക്കും. ഈ അതിമൗനമാകുന്നതും നന്നായി സംസാരിക്കുന്നതും എല്ലാം അമ്മയുടെ ക്വാളിറ്റീസാണ്. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കും ചില വിഷയങ്ങൾ, അതിമൗനത്തിലേക്ക് പോകും. അമ്മ എലിസബത്തിനെ കണ്ടപ്പോൾ ബിഹോൾഡ് അമ്മ സ്വസ്ത്രഗീതം പറഞ്ഞ്, അത് അതിസംസാരമാണ്. അപ്പോൾ ചില പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ചിലർക്ക് എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് തോന്നും, എല്ലാം ദൈവത്തോട് പറയണമെന്ന് തോന്നും. അങ്ങനെയാണ് ഈ സൗദിയിലെ സഹോദരി വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ ഗൈഡ് മൈൻഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞു. അവർ ഭയങ്കര പത്രാസായിട്ട്, ജർമ്മനാണ് അവർക്ക് ഈ സായിപ്പുമാർക്കൊക്കെ ചില സായിപ്പുമാർക്ക് കുറച്ച് ഈ കോംപ്ലക്സ് കൂടുതലാണ്. നമ്മൾ ഇന്ത്യൻസ് അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇച്ചിരി കോംപ്ലക്സ് ഉള്ളവരുണ്ട്. നമ്മൾ ആദ്യം കയറി അവരൊന്നും നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായത്, എനിക്ക് ഇംഗ്ലീഷ് വാർഡിലാണ് ജോലി കിട്ടിയത്. അവിടെ മുഴുവനും ബ്രിട്ടീഷുകാർ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇന്ത്യൻ ആയത് കാരണം എനിക്ക് ആ വാർഡിൽ അവരെന്നെ നിസ്സഹകരിച്ച് എന്നോട് അക്സെപ്റ്റ് ചെയ്തില്ല. എന്നെ അവർ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നാ ചെയ്തത്, ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ബ്രിട്ടീഷ് വാർഡിലാണ്, അവിടെ സായിപ്പന്മാരേ ഉള്ളൂ, പക്ഷേ എന്നെ അവർ മൈൻഡ് ചെയ്യണില്ല. ഭയങ്കര ഈ അപ്പാർത്തിയുടെ എന്ന് പറഞ്ഞ വർണ്ണവിവേചനമില്ലേ, അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പുറത്ത് പറയുന്നില്ലെങ്കിലും അതൊക്കെ മനസ്സിലുണ്ട് ചില ആൾക്കാരുടെ. അപ്പം അതുകൊണ്ട് അങ്ങനെ അവരുടെ ഒരു വിപ്രതിപത്തിയാണ് ഇംഗ്ലീഷ് വാർഡിൽ നിന്ന് അവർക്ക് ഉണ്ടായത്. അവരെന്നാ ചെയ്ത് അമ്മയോട് നേരിട്ട് പറയാം, അമ്മേ ഞാനിങ്ങനെ ഒരു വർണ്ണവിവേചനത്തിൽ എന്നോട് എനിക്ക് ഈ വിഷയങ്ങൾ അധികം അറിയത്തില്ല. ഇവരുടെ എറ്റിക്സും കസ്റ്റംസും അതുപോലെ തന്നെ അവരുടെ വേ ഓഫ് ആക്ഷൻസും മെത്തേഡ്സും ഈ ഹോസ്പിറ്റലിൽ അവരുടെ രീതികളൊന്നും ഞാനത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ. പക്ഷേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ആരുമില്ല, ഇന്ത്യൻസും ഇല്ല, മലയാളീസും ഇല്ല. അവരാണെങ്കിൽ എന്നോട് നമ്മളൊരു സെർവൻസിനെ പോലെ ഇങ്ങനെ വിപ്രതിപത്തി കാണിക്കുന്നത്. പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം, നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം, നിങ്ങൾ ഇംഗ്ലീഷ് വാർഡിൽ പോയാലും, നിങ്ങൾ ധ്രുവ പ്രദേശത്ത് പോയാലും, അന്റാർട്ടിക്ക പോയാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ്? പരിശുദ്ധ അമ്മ നിന്റെ കൂടെ അവിടെ ഉണ്ടായിരിക്കും. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ എവിടെയായിരുന്നാലും അമ്മ കൂടെ എന്ന ബോധ്യം കർത്താവേ പ്രബോധനം നൽകുമെന്ന് പറയുന്നു. യേശുവേ ആരാധന. കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, കർത്താവേ ആരാധന. ദൈവസ്നേഹത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഈ ഡയലോഗ്, ഫ്രീ ഡയലോഗ് നമ്മുടെ ഉടമ്പടി വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കപ്പാസിറ്റിയാണത്. ഉടമ്പടി വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മൾ പറയും, നീ ഇപ്പോൾ അമ്മയുമായി ഉടമ്പടി ആയില്ലേ, ഉഭയകക്ഷിയല്ലേ, ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആകുമ്പോൾ നമ്മളവിടെ ആനുകൂല്യവും ഔദാര്യവും അനുഗ്രഹവും ഒന്നുമല്ല, അവകാശമാണ് എൻ്റെ വിഷയം. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ അവകാശബോധം വല്ലാണ്ട് അങ്ങോട്ട് കത്തിപ്പിടിക്കും. പരിശുദ്ധാത്മാവ് അത് കത്തിക്കും നമ്മളിലെ അവകാശബോധം. അപ്പോൾ അതുകൊണ്ട് അവർ വന്നിട്ട് പറഞ്ഞ അമ്മ ആ ജർമ്മൻ ഗൈഡ് മൈൻഡ് ചെയ്യണില്ലെന്ന് പറയും. അപ്പോൾ ഒരു മകള് അമ്മയോട് പറയുന്ന ആ ഒരു രീതിയിലാണ് പരിശുദ്ധാത്മാവ് അവർക്ക് അഭിഷേകം കൊടുത്തത്. അതായത് വിതിൻ നോ ടൈം
കർമ്മം കേടി ഇങ്ങോട്ട് വിളിക്കും. ഇതാണ് സ്പീഡെന്ന് പറയുന്നത്. വല്ലാത്ത ഒരു സ്പീഡാണ് ഈ വിഷയത്തിൽ വരണത്. നമ്മളെ കപ്പാസിറ്റി കൂടി, കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്നാ കപ്പാസിറ്റിയാണ് നമ്മൾക്ക്, അതായത് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്കുള്ള കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 1:12 എന്താണ്? ഒന്ന് ഏറ്റു പറഞ്ഞ്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. സന്തോഷത്തോടെ പറഞ്ഞേ, ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കഴിവ് എന്തിനാണ് കിട്ടുന്നത്? ദൈവമക്കളുടെ കഴിവാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് എന്താ വിഷയം അവിടെ എൻ്റെ ഇത് വരണത്? ഒരു വിശ്വാസത്തിൽ നിന്ന് ദൈവമക്കളുടെ കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം വിശ്വാസം നമുക്ക് എന്ത് തരുന്നത്? നിത്യജീവൻ മാത്രമല്ല നൽകണത്, നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കും. ഇല്ലേ? എന്തെല്ലാം കഴിവുണ്ട് ഇവിടെ? എന്തെല്ലാം കഴിവ് വേണം ഇവിടെ ജീവിക്കാൻ? നമുക്ക് ഫൈനാൻസായിട്ടുള്ള കഴിവ് വേണം, ഇല്ലേ? കടങ്ങളൊന്നും ഉണ്ടാകരുത്, കഴിവ് വേണം. അപ്പോൾ ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ജെസ്സി കുര്യൻ എന്നും പറഞ്ഞ് ടെക്സാസിൽ നിന്നൊരു സാക്ഷിയുണ്ട്. അതിമനോഹരമായ സാക്ഷ്യമാണ്. ജെസ്സി കുര്യൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെസ്സി കുര്യനെ അവർക്ക് പെട്ടെന്നാണ് അവർക്ക് ഈ ഒരു കത്ത് ബാങ്കിൽ നിന്ന് വരുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരുന്നു. ഇങ്ങനെ ഒരു എമൗണ്ട് നമുക്ക് കടമുണ്ടെന്നതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഡിസ്റ്റർബ്ഡ് അല്ലായിരുന്നു. പക്ഷേ അതിനെ എന്തുമാത്രം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പോട്ട് കടവാണ്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഇൻഡാസായിപ്പോയി. ജെസ്സിക്കുവിൻ്റെ പ്രശ്നം എന്താണ്? അവർ കണക്കൂട്ടി നോക്കിയപ്പോൾ ഡോളർ കണക്കിനെയാണ് കണക്ക് കൂട്ടുന്നത്. കണക്കൂട്ടി നോക്കിയപ്പോൾ ഉണ്ട് 1 കോടി രൂപയുടെ കട. ദൈവമേ, നമ്മൾ വല്ലതും 10-50 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം ഒക്കെയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുന്ന്. ഇൻഡാസ് എന്ന് വെച്ചാൽ ഇതുപോലൊരു ഇൻഡാസ് അകപ്പെട്ടു പോയി. 1 കോടി രൂപയുടെ കടം. അവരെന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ വന്നപ്പോൾ ഒന്ന് ഉടമ്പടി ചെയ്തിട്ട് ആദ്യം എഴുതി, അമ്മേ 1 കോടി രൂപയുണ്ട്, ഇറ്റ് ഈസ് എൻ്റെ എബിലിറ്റിക്ക് കൂടുതലാണ്, എൻ്റെ കഴിവിനേക്കാൾ അപ്പുറമാണ്, എനിക്ക് അതിനൊരു ഐഡിയ കിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു ഐഡിയ കിട്ടും. ഇതും ഡയലോഗാണ്. ഇത് ഇവരൊക്കെ എങ്ങനെയാണ് ദൈവത്തെ അനുഭവിച്ചതെന്ന് വെച്ചാൽ, ജെസ്സിക്കുര്യയുടെ വന്നിട്ട് ഉടമ്പടി ചെയ്തു അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട്, അമ്മേ ഇത്രയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, വല്ല 10-40 ലക്ഷമാണ് ഞാൻ മാനേജ് ചെയ്യും, ഇത് 60 ലക്ഷം കൂടി എക്സ്ട്രാ ആയിട്ട് ഇത് കിട്ടാനുള്ളൊരു യാതൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ അമ്മ എന്നെ സഹായിക്കണം, എനിക്ക് വേറെ മാർഗ്ഗമില്ല. ഇവരിങ്ങനെ പറഞ്ഞിട്ട് പോണ ദിവസം രാത്രി അമ്മ പ്രത്യക്ഷപ്പെടും. ഇവർ അമേരിക്കയിൽ ചെന്ന്, ടെക്സാസിൽ ചെന്ന്, ഹൂസ്റ്റണിലാണ് താമസിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ രാത്രി വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. അതായത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അമ്മയുടെ ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ വാട്ട് ടു ഡു, എൻ്റെ ക്ലൂ എന്താണെന്ന്. ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹൗ ടു മാനേജ് ഇറ്റ്, മദറിനത് വളരെ ക്ലിയറാണ്. ഇപ്പോൾ കനായിലെ കല്യാണ വീട്ടിൽ എന്താണ്, കല്യാണ വീട്ടിൽ എന്താ സംഭവിക്കുന്നത്? അവർക്ക് പൊടുന്നനെ വീഞ്ഞ് തീർന്നു പോവുകയാണ്. അപ്പോൾ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അത് പലതരത്തിലത് പരിഹരിക്കാം, അല്ലേ? വായ്പ മേടിക്കാം, അടുത്ത വീട്ടിൽ പോയി. അപ്പോൾ നമ്മൾ ചെറിയ നാണം കെടും, അതാണ് പ്രശ്നം. അടുത്ത വീട്ടിൽ പോയി കല്യാണത്തിന് വായ്പ മേടിച്ചു കഴിഞ്ഞാൽ കടം മേടിക്കാം. പിന്നെ അവർ ശാശി വർത്താനൊക്കെ പറയും യഹൂദനാണ്. ഒരപ്പം കടം ചോദിക്കാൻ വേണ്ടി ചെന്നവൻ്റെ കഥ ഈശോ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ പെയിൻറ്റ് ഇന്നും മാറിയിട്ട് പോയിട്ട് ഇന്നും പുറത്തിയിട്ടില്ല. അപ്പോൾ അതെല്ലാം പെസക് പരിപാടികളാണ്. യഹൂദന്മാരുടെ എല്ലാ ഇഷ്യൂസും വളരെ ഒരു എന്താണ് ഇംപേഴ്സണലായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇത് രണ്ടും ചെയ്യാൻ സാധ്യതയുള്ളൂ, നിക്കക്കള്ളിയിലേയും ചെയ്യാവുന്നതാണ്. പക്ഷേ അമ്മ എന്ത് ചെയ്ത് അതിനേക്കാൾ സേഫായിട്ടുള്ളൊരു വഴി പറഞ്ഞു കൊടുക്കും. നേരെ ഈശോ അടുത്ത് വരും. ഈശോ അടുത്ത് വരാവുന്ന സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെക്കുറിച്ച് അമ്മയ്ക്ക് ഏറെക്കുറെ ഏകദേശം ഒരു ധാരണയുണ്ട്. എന്താണ്? ഈശോയുടെ സമയമായിട്ടില്ലെന്ന് തന്നെ ഈശോ പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോലും അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. അമ്മയ്ക്ക് അതിനെക്കുറിച്ച് അങ്ങനെ എൻ്റെ സമയം എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് ഈശോ പറയുമെന്ന്, അത് ഓൾറെഡി സഡൻ പൊടുന്നതിനെ പറയണതല്ല. അമ്മയ്ക്ക് അതിനെക്കുറിച്ച് പ്രീകോഗ്നിഷനുണ്ട്. ഈശോ ഇത് പറയുമെന്ന് പരിശുദ്ധാത്മാവ് അമ്മയോട് പറയുന്നുണ്ട്. കാര്യം അമ്മയും പരിശുദ്ധാത്മാവും തമ്മിൽ അറിയാമല്ലോ, ഐക്യമാണ് ഭയങ്കര. അതുകൊണ്ട് എന്ത് ചുറ്റുവട്ടങ്ങളിൽ എന്ത് സംഭവിച്ചാലും എന്ത് പറയണം, എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ ആൻസർ ചെയ്യണം, എല്ലാ പരീക്ഷകളുടെയും
റെഡിമെയ്ഡ് ആൻസർ അമ്മയ്ക്ക് അറിയാം. അപ്പോൾ ഈശോ എടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ പറയും, എനിക്ക് നിനക്ക് എന്താണ്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് അമ്മ പറയും. അപ്പോൾ മേരി എന്താ പറയേണ്ടത്, തിരിച്ച് പറയേണ്ടതെന്നും പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇതാണ് വിഷയം. നമ്മളാരും പോണ പോലെ അല്ല വിഷയം, അമ്മയാണ് പോകണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മ എന്താ പറഞ്ഞിരിക്കുന്നത്? മേരി, ഈശോ പറയും എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ എന്ന്. അതിൻ്റെ വിസ്ഡം എന്ന് പറയണത്, അതിൻ്റെ നോഹവും ജ്ഞാനസൂത്രം, അങ്ങനെയുള്ളൊരു വിഷയം, ഒരു ഡിവൈൻ ഇംപെഡിമെൻറ്റ്, ദൈവിക തടസ്സം വന്നാൽ അതിനെ കൗൺട്രാക്ട് ചെയ്യാനുള്ള ക്ലൂ എന്ന് പറയണത് അവൻ പറയണത് പോലെ ചെയ്യാൻ. കാര്യം വേഗത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ, വേഗത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ, എന്നുവെച്ചാൽ ഓൺ ദി സ്പോട്ടിൽ നടക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത മാസം നടക്കേണ്ട കാര്യങ്ങളുണ്ട്, അടുത്ത കൊല്ലം നടക്കേണ്ട കാര്യങ്ങളുണ്ട്, 10 കൊല്ലം കഴിഞ്ഞ് കുഞ്ഞുപിള്ളേരെ മക്കളൊക്കെ കെട്ടിക്കാനുണ്ടെങ്കിൽ 5-6 കൊല്ലം കഴിഞ്ഞ് നടക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ടൈമാണ് ഇവിടുത്തെ പ്രോബ്ലം. അപ്പോൾ എമർജൻസി ആൻഡ് ലൈറ്റ്നിങ് ആയിട്ട് നടക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ആൻഡ് ഫോർമുല ഡിഫറെൻ്റാണ്. അതെന്താ? പരിശുദ്ധാത്മാവ് അമ്മയെ ഉപദേശിക്കും. എന്താ? മേരി, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് നീ ആരോട് പറയണം? മനുഷ്യരാശിയോട് പറയണം. ഒരു കുടുംബത്തിലെ എന്തെങ്കിലും ഇടറ ഉണ്ടായിപ്പോയാൽ പിന്നെ റെക്ടിഫൈ ചെയ്യാനുള്ള മാർഗം എന്താണ്? ചിലപ്പോൾ പണം കുറഞ്ഞു പോകാം. ഇപ്പം ജെസ്സി കുര്യൻ്റെ വിഷയം എന്താണ്? പണം കുറഞ്ഞ് 1 കോടി കടവാണ്. അമ്മ എന്താ ചെയ്തിരിക്കുന്നത്? അമ്മ രാത്രി വന്നതിന് ശേഷം ഒരു ക്ലൂ പറഞ്ഞു കൊടുക്കും ജെസ്സി കുര്യന്. എന്താ പറഞ്ഞോട്ടെ? ഇത് കോവിഡ് കാലമാണ്, നിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഫണ്ട് ഗവൺമെൻറ് കോവിഡ് പ്രമാണിച്ചുകൊണ്ട് ആവശ്യക്കാർക്ക് റിലീസ് ചെയ്യുന്ന ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നോബഡി ഈസ് നോൺ ടു ഇറ്റ്. ഇത് ഭയങ്കരമായ രസമാണ് ഈ സംഭവം. ആൾക്കാർക്ക് ആ സാക്ഷ്യം മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതിനേക്കാൾ വില കുറഞ്ഞ സാക്ഷ്യത്തിന് ആൾക്കാർ ഭയങ്കര ഇടിച്ചേലി കാണുന്നുണ്ട്. പക്ഷേ ജെസ്സി കുര്യൻ്റെ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് അമ്മ പറയണത് കോവിഡ് പ്രമാണിച്ച് അമേരിക്കൻ ഗവൺമെൻറ് റിട്ടയർമെൻറ്റ് ബേസിൽ റിട്ടയർമെൻറ്റ് ആകാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഫണ്ട് നേരത്തെ റിലീസ് ചെയ്യുന്നുണ്ട്. ജെസ്സി വിളിച്ചു പോയി. അവർ പത്രത്തിലോ ടി വിയിലോ ഒന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അവർക്കറിയാത്തൊരു കാര്യമാണ്. അവർ വീട്ടിനെ പിറ്റേ ദിവസം ബാങ്കറിൽ റഷീദ് പറഞ്ഞു, സാറേ എൻ്റെ റിട്ടയർമെൻറ്റ് എമൗണ്ട് ഉണ്ട് ഇത്ര രൂപ. അപ്പം അതിൻ്റെ കോഡ് കൊടുത്തു കഴിയുമ്പോൾ ആ പൈസ ഇങ്ങോട്ട് അപ്പോൾ അത് 1 കോടി കൂടുതലുണ്ട്, അതൊരു കോടി കൂടുതലുണ്ട്. പക്ഷേ ഇത് ഇവർക്ക് അറിയത്തില്ല. ഇവരറിയാതെ ഇരുന്നുകൊണ്ട് നെരിപ്പോട് പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ വരുന്ന വിഷയം, ഉടമ്പടിയുടെ വിഷയം വരുമ്പോൾ നമ്മൾ ബയലാറ്ററല്ലേ, ബയലാറ്ററായത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാണല്ല. നമ്മൾ അനുഗ്രഹം പോലെ ഔഷപിതാവിൻ്റെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തെണ്ടി നിൽക്കണ പരിപാടിയല്ല. എന്നെ സഹായിക്കണം, എനിക്ക് വേറെ മാർഗ്ഗം, ഒരു ഉടമ്പടി അങ്ങനെ ധർമ്മമൊന്നുമില്ല. നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി, അമ്മ മീഡിയേഷനിലാണ്. അപ്പം നമ്മൾക്കൊരു കക്ഷി, ഒരു അവകാശമാണ് കിട്ടുന്നത്, അനുഗ്രഹമല്ല കിട്ടുന്നത്. അപ്പോൾ അവകാശമാകുമ്പോൾ നമ്മളെന്താ സംഭവിക്കണത്? വിശ്വാസം അവകാശമാക്കണം എപ്പോഴാണ്? ഇപ്പം സഭയോട് നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? വിശ്വാസം നിങ്ങൾക്ക് എന്ത് തരുന്നു? നിത്യജീവൻ മാത്രമല്ല, ഒരു മക്കൾക്ക് ആവശ്യമായ എല്ലാമാണ്. അതാണ് കഴിവെന്ന് പറയണത്. അതാണ് യോഹന്നാൻ 1:12 നമ്മൾ വായിച്ചത്. എന്താണ് എന്ന് പറഞ്ഞ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ഇനി പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ വിശ്വാസവും ഒരു കഴിവായി വളർത്തിയെടുക്കണമേ. ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ വരുമ്പോഴേ ഒരു മകളെപ്പോലെ മകനെപ്പോലെ സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യബോധവും അവകാശബോധവും അഭിഷേകമായി എനിക്ക് നൽകണമേ. ശ്രദ്ധിക്കട്ടെ. തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുള്ള കഴിവ് നൽകിയ വലിയ അഭിഷേകത്തെ ഓർമ്മ പറയുന്നു. ആരാധന. കൈകൾ തുറന്ന് നീ വരൂ ദൈവകാരുണ്യമേ, ആരാധന. നീ വരൂ ദിവ്യകാരുണ്യമേ, ആരാധന. നീ വരൂ ദൈവകാരുണ്യമേ.
കാരുണ്യമേ ഈശോയ്ക്ക് ജീവനേ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറഞ്ഞില്ലേ നിങ്ങളോട് കുറച്ച് മുമ്പ്, ചിന്തിച്ച് പറഞ്ഞതല്ല, അമ്മ അഭിഷേകത്തിൽ തന്നതാണ്. ദാറ്റ് മീൻസ് ഈ സ്പീഡായിട്ടുള്ള കാര്യങ്ങളില്ലേ, ഇപ്പം നടക്കേണ്ട കാര്യങ്ങൾ, ഇപ്പം നടക്കേണ്ട കാര്യങ്ങൾക്ക്, അതായത് അതിവേഗം നടക്കേണ്ട കാര്യങ്ങൾക്കാണ് അത് തൊട്ടാണ് ഉടമ്പടി എടുക്കുന്നത്. മറ്റെല്ലാ പ്രാർത്ഥനകളും എപ്പോഴെങ്കിലും നടക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മളൊക്കെ എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ അതിവേഗം നടക്കേണ്ട കാര്യങ്ങൾക്ക് ബിബ്ലിക്കൽ ഫോർമുലയുണ്ട്, അത് ഉടമ്പടിയാണ്. എന്താണ്? ഇപ്പോൾ കാനായിലെ വെള്ളം, കാനായിൽ വീഞ്ഞു തീർന്നു പോയി, അത് അപ്പം നടക്കേണ്ട കാര്യമാണ്. ഒരു മനുഷ്യൻ അറിയരുത്, അങ്ങനെ നടക്കേണ്ട കാര്യമാണ്. അതിനെന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അതെന്താണ്? അത് ഒരു ഫോർമുലയാണത്. ഈശോയുടെ വലിയ പഴയ കാലങ്ങളിലുള്ള ഫോർമുലയാണ്, പുതിയ ഫോർമുല അല്ലത്. അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം. നമുക്കെല്ലാം അറിയാവേ, ഓർപ്പിച്ചു തരാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഈ കുഴപ്പം മുഴുവൻ വരണത്. മനസ്സിലായില്ലേ? ഈ മനുഷ്യന്മാർക്കെല്ലാം അയ്യോ അതങ്ങനെയാണല്ലേ, അത് ഞാൻ അപ്പോൾ ഓർത്തില്ല എന്ന് പറയും. അത് ഓർത്തില്ലെന്ന് പറയും. കാര്യം ആൾക്കാർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പരിശുദ്ധാത്മാവ് ഇല്ലാത്ത കാരണം ഓർത്ത് കിട്ടണില്ല. അതാണ് വിഷയം. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് 14:26 എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു പക്ഷെ കാറ്റഗോറിക്കൽ വേർഡാണ് ബൈബിളില്ല. കാര്യം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒക്കെ ഓരോരോ വഴികൾ അറിയാം. പക്ഷേ ചില ആൾക്കാർ ചിലർ ഓർക്കുവേ, കുറച്ച് കഴിഞ്ഞേ ഓർക്കത്തുള്ളൂ. ചില ആൾക്കാർ പരീക്ഷ എഴുതി വെച്ചും പിറ്റേ ദിവസം വന്നിട്ട് ദൈവമേ ഇതായിരുന്നല്ല അതിൻ്റെ ഉത്തരം, അതെനിക്കറിയാൻ വരുന്നല്ല, മരപ്പെട്ടി മണ്ടിയല്ല, ഓർക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവില്ലല്ലോ, അതാണ് വിഷയം. കാര്യം പരിശുദ്ധാത്മാവ് ഇത് സംഭവം ഉള്ളതാണ്. ഇപ്പം നമ്മളൊരു കാര്യം അയ്യോ അത് ചെയ്താൽ മതിയായിരുന്നല്ല, നമ്മുടെ കയ്യിലില്ല, ഈ നോളജ് എല്ലാം ഉണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പക്ഷേ നമ്മളെ ഓർപ്പിച്ച് തരാൻ ആരുമില്ല. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങൾ പറയും കീപ് ദ മിനിമം ഹോളി സ്പിരിറ്റ്, അതായത് ഒരു മിനിമം പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കാനുള്ള, അതായത് അതിനുള്ള ബോധം ഉണ്ടാകണം. ഇപ്പം അനു മരിയ കഴിഞ്ഞ ദിവസങ്ങളിലൂടെയാണ് സാക്ഷിയാണ്. അനു മരിയ പാലക്കാടാണ്. അവൾക്ക് ഭയങ്കര ബോധമാണ്. എന്താ പ്രശ്നം വെച്ചാൽ, അവളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അനു മരിയ സാക്ഷ്യം പറഞ്ഞതിന് ഞാൻ കഴിഞ്ഞ നവംബറിൽ വന്ന ആളാണ്, വന്ന് ഉടമ്പടി ചെയ്താണ്. ഇപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഒറ്റക്കാണ് അവിടെ നിന്ന് വന്നതെന്ന്. അപ്പം കേൾക്കുന്നവർക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല. അവൾക്ക് 10, 20, 21 വയസ്സേ ഉള്ളൂ. അപ്പം പാലക്കാട് നിന്ന് പാപം ഒറ്റയ്ക്ക്, ആലപ്പുഴ ആദ്യം കാണുകയായിരിക്കും ചിലപ്പോൾ, ഈ കൃപാസനം തിരക്കി പിടിച്ച് ഇവിടെ വന്നിട്ട് ഉടമ്പടി ചെയ്തിട്ട് അമ്മയോട് പറഞ്ഞിട്ട് പോകണത് എന്താ വെച്ചാൽ, എന്താ അവളുടെ പ്രശ്നം? അവളുടെ വിസ ഇൻ്റർവ്യൂവിന് അവൾ ഫെയിലാകുന്നു. വിസയുടെ ഇൻ്റർവ്യൂവിന് ഫെയിലാകുന്നു, അതാണ് പ്രശ്നം. അപ്പോഴേ 3 വിസ ഇൻ്റർവ്യൂ നടന്ന് 3 ഫെയിലായി കഴിയുമ്പോൾ അതിനിവിടെ വന്ന് ഉടമ്പടി ചെയ്യും. ഈ ഉടമ്പടി ചെയ്തതിന് ശേഷം ഈ കുട്ടിയുടെ അതിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പറയണത്, ഞാൻ പിന്നീട് ഉടമ്പടി ചെയ്തതിന് ശേഷം ഞാൻ പിന്നീട് ആരോടും സംസാരിച്ചിട്ടില്ലെന്ന്. എന്താ കാര്യം? അവളെ ശരിക്കും അതിൻ്റെ അഭിഷേകത്തിലായിപ്പോയി. ഞാൻ ഉടനെ അടുത്ത ഈ വിസ ഇൻ്റർവ്യൂ വന്ന്, അപ്പോൾ ഇവളുടെ മനസ്സിൽ ഉത്കണ്ഠയില്ല, ആന്തരികമായ അഭിഷേകത്തിൽ അമ്മ ഇങ്ങനെ കുളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞത് എനിക്ക് സന്തോഷമാണ്. എന്താണ്? എനിക്ക് ഈ ഇൻ്റർവ്യൂവിൽ അമ്മ എന്നെ സഹായിക്കും.
സഹായിക്കണമെന്ന് പറഞ്ഞാൽ ശ്രീകലയെന്നും പറഞ്ഞ് പെരുമ്പാവൂർന്നൊരു സാക്ഷി ഇവളെ കേട്ടു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഇൻ്റർവ്യൂ വന്നത്. അപ്പോൾ സ്ത്രീകളുടെ സാക്ഷ്യം, ഹൈന്ദവ സഹോദരിയാണെങ്കിൽ സാക്ഷ്യം പിടിക്കട്ടെ. അപ്പോഴേ അതിൻ്റെ അകത്ത് സ്ത്രീകല സ്വന്തമായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് ഒരു സ്വന്തം പ്രാർത്ഥന ഉണ്ടാക്കുന്നുണ്ട്. എന്താണ്? അമ്മയുടെ മുമ്പിൽ എന്ന് വെച്ചാൽ അമ്മേ എന്ന് വിളിച്ചിട്ട് പറയേണ്ട ഒരു കാര്യം, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി എന്നെ ഉയർത്തണമേ. ഞാൻ ഹൗ ഷീസ് എഡ്യൂക്കേറ്റഡ് സോ. അതായത് ക്രിസ്ത്യനായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, പക്ഷെ വായിന്ന് വരുന്നത് മോർ ദാൻ ക്രിസ്ത്യനായിട്ടുള്ള അഭിഷേകമാണ് വരണത്. അതായത് ഇവൾ അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇവൾക്ക് ജ്ഞാനം കൊടുക്കും, ജ്ഞാനം കൊടുത്ത് പറയും, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയും. എന്താണ്? എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി എന്നെ മാറ്റണമേ. ഇത് പക്ഷേ ദൈവത്തിന് ചങ്കക്കുണ്ട് ഈ പ്രാർത്ഥന. സ്ത്രീകളുടെ വിഷയങ്ങളെല്ലാം പ്രൗഢാന്നാണ് പിന്നെ നടക്കുന്നതല്ല. ഇത് സാക്ഷി അനുമരിയ ഈ പെരുമ്പാവൂരുകാരിയാണ് ഈ സ്ത്രീകളുടെ സാക്ഷ്യം അനുമരിയ പാലക്കാട് നിന്ന് കേട്ടിട്ട് ഇവൾക്ക് അഭിഷേകം ഉണ്ടാവും. അഭിഷേകം ഉണ്ടായി കഴിയുമ്പോൾ അവൾ പറയും, അമ്മേ എന്നെയും, എനിക്ക് ആ ചേച്ചി പ്രാർത്ഥിച്ചിരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, എന്നെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി മാറ്റണമേ. കാര്യം ഈ ഉടമ്പടി നിൽക്കുന്നത് പ്രത്യക്ഷീകരണത്തിലാണ്. അതിൻ്റെ ആ സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ശേഷമാണ് ഈ ഉടമ്പടി വരണത്, ഉടമ്പടി കിട്ടണത്. അപ്പോഴേ അനു ഇങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെ അനു പ്രാർത്ഥിക്കുമ്പോൾ വിഷയം എന്ന് വെച്ചാൽ അവളൊരു തീരുമാനം എടുക്കും. എന്താണ്? ഈ ശുശ്രൂഷ കഴിയണവരെ, എൻ്റെ ഇൻ്റർവ്യൂ കഴിയണവരെ ഞാൻ ആരോടും സംസാരിക്കത്തില്ല. സംസാരിക്കാതിരിക്കുകയില്ല. 3 മണി വെളുപ്പിന് അന്ന് വെളുപ്പിന് 3 മണി വെളുപ്പിന് അനു എഴുന്നേറ്റ് 10 മണിക്കാണ് ഇൻ്റർവ്യൂ. എന്നിട്ട് കർത്താവിൻ്റെ വചനങ്ങൾ വായിക്കാൻ തുടങ്ങി. ഇൻ്റർവ്യൂ വേണ്ടി ഒന്നും ഒരുങ്ങണില്ല. എന്താ പറയണത്? ഇൻ്റർവ്യൂ അമ്മയല്ലേ നോക്കണതെന്ന്. അതായത് വേറെ ഒരു 2-3 ചേടത്തിമാർ, കറുകുറ്റി എന്നൊക്കെ പറഞ്ഞ ചേടത്തിമാർ നേരത്തെ ഒരു സാക്ഷിയുടെ പറഞ്ഞത് അനുവിൻ്റെ തലയിലുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിച്ച് ചെയ്താണ് അമ്മയെ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ അമ്മയായിരിക്കണം ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്, അവിടെ വേറെ ആൾക്കാരൊന്നും വെച്ചേക്കുന്നത് എനിക്ക് പേടിയാണെന്ന് പറയും. ഇതെന്നൊക്കെ പറയണത് പരിശുദ്ധ അമ്മയായിരിക്കും അവിടെ ഇരിക്കാൻ പോകണമെന്നുള്ള പരിശുദ്ധാത്മാവ് ഇവർക്ക് നോട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇവർക്ക് ഈ ദൈവിക രഹസ്യങ്ങൾ കിട്ടുന്നത്. അങ്ങനെയാണ് ഇവർ പ്രെയർ ചെയ്ത് പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവരാജ്യത്തിൻ്റെ പ്രജയായി മാറുമ്പോൾ ദൈവം നടക്കണ കാര്യങ്ങളെക്കുറിച്ച് പറയും നീ വിഷമിക്കേണ്ട, ഇൻ്റർവ്യൂവിന് അമ്മയായിരിക്കും ഇരിക്കാൻ പോണത്, നീ എൻ്റെ സമയമാകുമ്പോൾ അമ്മ ചെയർ മാറ്റിയിട്ടിരിക്കും, ബാക്കി അമ്മ നോക്കിക്കൊള്ളൂ എന്ന് പറയും. എന്നിട്ട് അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അത് പറയുന്ന സമയത്ത് അതിന് ആ സാക്ഷി അവളെ ക്യാച്ച് ചെയ്ത്. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ ഞാൻ 3-ാം ഇൻ്റർവ്യൂ തോറ്റതാണ്, അങ്ങനെയാണ് ഞാൻ അമ്മയുടെ അടുത്ത് ഉടമ്പടി ചെയ്തത്. ഇപ്പോൾ എനിക്കുള്ള കപ്പാസിറ്റി ഉടമ്പടിയുടെ കപ്പാസിറ്റിയാണ്. അപ്പോൾ എനിക്കും ഒരു അവകാശമുണ്ട്. എന്താണ്? ഞാൻ തോറ്റ പരീക്ഷയ്ക്ക് വിസ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അമ്മ അവിടെ ഇരിക്കണം. എന്നിട്ട് ഇവൾ എന്നാ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈലമെടുത്ത് തൊണ്ടയിൽ കുറിച്ചിടും പോകാൻ നേരത്ത്. ഇവരൊക്കെ ചെയ്യണ കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടും. ഉടമ്പടി തൈലമെടുത്ത് തൊണ്ടയിൽ കുറിച്ചിടും. എന്തിനാണ്? ഞാൻ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു വരാൻ. പിന്നീട് നെറ്റിക്ക് കുരിച്ചിടും ഉടമ്പടി തൈലമെടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി. എന്തിനായിട്ടാണത്? ഞാൻ വാക്കുകളെല്ലാം ഓർത്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇവളെ മുഴുവനും ഉടമ്പടി തൈലത്തിൽ അഭിഷേകത്തെ പൂശിച്ചിട്ടാണ് ഇവൾ പോണത്. പോയിട്ട് പറയുകയാണ്, ഞാൻ പോണ വഴിക്ക് ഒരു മനുഷ്യനോട് സംസാരിച്ചില്ല. എന്താ കാര്യം? കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. കർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മൾക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുമോ? ഒരു വിശ്വാസി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തിട്ട് ദൈവത്തിൻ്റെ തൊടു സാന്നിധ്യത്തിലേക്ക് വരുന്നത്? തൊടു സാന്നിധ്യം എന്ന് പറഞ്ഞത് കൈക്ക് കൈ പിടിച്ച് പോകുന്നതാണ് തൊടു സാന്നിധ്യം. ഈ തൊടു സാന്നിധ്യത്തിൽ വരുമ്പോൾ കർത്താവ് അതിനും ഈ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ മനസ്സ് വേണ്ടുന്ന മുഴുവനും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ആശ്രയിച്ച് വിടുകയാണ്, നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു മനുഷ്യനെ അഭിവാദനം ചെയ്യരുത്. ബൈബിളിലെ ഏറ്റവും ശക്തമായ ഒരു വചനമാണത്. ആരെയും നിങ്ങൾ അഭിവാദനം ചെയ്യരുത്. സ്തുതികട്ടെ ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ 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 കാരുണ്യമേ നീ വരൂ ദൈവ കാരുണ്യമേ നീ വരൂ
ശ്രദ്ധിക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾ അങ്ങയെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ നല്ല യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ ആരാധന. ചേർന്ന് പാടാം. കാരുണ്യമേ നീവരൂ ദൈവ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോസ്തലന്മാരെ ഈ 2 പേരായിട്ട് വിടുമ്പോൾ ഈശോ കൊടുക്കുന്ന നിർദ്ദേശമാണത്. പോകുന്ന വഴിക്ക് നിങ്ങൾ ആരെയും അഭിവാദനം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളിച്ച് കാണിക്കരുതെന്ന് വെച്ചാൽ ആൾക്കാരുമായിട്ട് ആവശ്യമില്ലാതെ കോംപ്രമൈസ് വെക്കരുതെന്ന്. കാരണം ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ കണ്ട വായി നോക്കിയുള്ളതായിട്ട് നമുക്ക് കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല. അതാണ് അത് ഭയങ്കര. അതായത് നമ്മളൊരു മാനുഷ്യമായ കാര്യങ്ങൾക്ക് പോകുകയല്ല, ഒരു ദൈവികമായ കാര്യങ്ങൾക്ക് പോവുകയാണ്. ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതിപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയാലും വേറെ ഏത് ഓഫീസിൽ പോയാലും ജോമാല കയ്യിലെടുക്കും. പക്ഷേ നമ്മളെന്ത് ചെയ്യും? അനു പറയണത് എന്താണ്? അനുമര്യ പറയണത് എന്താണ്? ഞാൻ ഇൻ്റർവ്യൂ ഓഫീസ് വരെ ആരോട് സംസാരിച്ചില്ല. എന്താ കാര്യം? എൻ്റെ കൂടെ കർത്താവുണ്ട്, അമ്മയുടെ കൂടെയാണ് യാത്ര ചെയ്യണത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിട്ട് നോക്കി നടക്കാൻ പറ്റത്തില്ല. അച്ചടക്കം, ആധ്യാത്മിക അച്ചടക്കമാണ്. അതായത് ഇവരൊക്കെ നിങ്ങളെ ഓരോ സാക്ഷ്യം പറയുമ്പോഴും ഈ പുഷ്പം പോലെയാണ് ഇവിടെ കയറിപ്പോണത്. ഇപ്പോൾ ഫെബ്രുവരി 18 ആൾ കയറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ പെട്ടെന്നാണ് നടക്കുന്നത്. എല്ലാ വിഷയങ്ങൾക്കും പണ്ട് തോറ്റ സാധനമാണ്. 3 പ്രാവശ്യം തോറ്റതാണ്. 3 പ്രാവശ്യം തോറ്റപ്പോൾ അനുവിന് മനസ്സിലായി അവളുടെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ. 3 പ്രാവശ്യം തോറ്റു. അപ്പോൾ ഇനിയും 4-ാം പ്രാവശ്യം തോക്കാതിരിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റമാണ് വിഷയം. വ്യക്തി ആകപ്പാടെ അങ്ങ് ദൈവത്തെ നിറഞ്ഞ് ദൈവത്തിൻ്റെ ഓഫറിംഗ് ആണല്ലോ. അതായത് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, കുറേ വാഗ്ദാനങ്ങളുണ്ട്. ദൈവം ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ എന്നോട് ഉടമ്പടി ചെയ്യുന്നവൻ്റെ കൂടെ ഞാൻ വരും. 33:14. എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇതാണ് സംഭവം. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ അതാണ് ഇവിടെ ആൾക്കാർ സഞ്ചാരി മാതാവെന്നൊക്കെ പറഞ്ഞത്. എന്താണ്? സഞ്ചരിച്ച് എത്തുന്ന അമ്മയാണ്. സഞ്ചരിച്ചെത്തും. ഓരോ വിഷയത്തിനും ആ വിഷയത്തിൻ്റെ സ്പോട്ടിലേക്ക് അമ്മ വരും. ആ വിഷയത്തിൻ്റെ സ്പോട്ടിലേക്ക് വരും. അതെന്താണ്? ഉടമ്പടി പ്രകാരം ദൈവം നമ്മളുടെ കൂടെ വരാമെന്ന് വാഗ്ദാനം തന്നിട്ടുള്ളതാണ്. ആ വാഗ്ദാന പ്രകാരമാണ് എല്ലാം. നമുക്കറിയാമല്ലോ, നമുക്ക് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി അല്ലേ, ക്രിസ്തീയ ആധ്യാത്മികത അനുസരിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കണതെല്ലാം എന്ത് ലഭിച്ചാലും അല്ലേ, അതായത് വീട് ഭാഗോടമ്പടി ചെയ്യണത്, അല്ലെങ്കിൽ വഴി കിട്ടണത്, അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കണത്, അല്ലെങ്കിൽ രോഗം സുഖപ്പെടുന്നത്, ഇങ്ങനെ ഭൗതിക മെയിൻ്റെനൻസിനായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നിത്യത വരെയുള്ള ആധ്യാത്മിക വിഷയങ്ങളെല്ലാം നമുക്ക് നൽകപ്പെടുന്നത് വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ കൃപാസനത്തിൽ വരുമ്പോൾ ഒരു വാഗ്ദാന പേടകം കാണും. എന്താ കാര്യം? ഈ വാഗ്ദാന പേടകമാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാന പേടകത്തിലൂടെ ആ വ്യക്തിക്ക് ലഭ്യമാകുന്നത്. ഈശോ ലോകത്തിലേക്ക് വന്നതും വാഗ്ദാന പേടകത്തിലൂടെയാണ്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലെ വാഗ്ദാന പേടകം എന്ന് അമ്മയെ വിളിക്കാൻ കാരണം എന്താ? നമ്മൾ പ്രാർത്ഥിയായാലും പ്രാർത്ഥിക്കത്തില്ലേ? വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പേടകത്തിൽ എന്താ ഉള്ളത്?
അമ്മയുടെ ഉദരത്തിൽ ആരാണ് ഉരുവായത്? പുത്രൻ തമ്പുരാനാണ് ഉരുവായത്. അപ്പോൾ ആ കപ്പാസിറ്റിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ദൈവമായിട്ട് നമ്മൾ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകും. കാര്യം ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യമാക്കുന്നത് കവനൻ്റ് മാത്രമാണ്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ലോകത്ത് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ നിരങ്ങ് നേർച്ച നടത്തുന്നുണ്ട്, ഉരുളി നേർച്ച നടത്തുന്നുണ്ട്. പക്ഷേ ഇവരാരും ഉടമ്പടി പ്രകാരമല്ല, അതൊരു അനുഷ്ഠാന വിധി പോലെ നേർച്ചയായിട്ട് ചെയ്യണതാണ്. അപ്പോൾ അതിൻ്റെ ഫലം. പക്ഷേ എപ്പോഴും നമ്മൾ ചെയ്യണത് അവകാശത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് ചെയ്യണത്, ആനുകൂല്യത്തിൻ്റെ ഔദാര്യത്തിൻ്റെ ബേസ്മെൻറ്റിലല്ല ചെയ്യണത്. ക്രിസ്ത്യാനിറ്റി വർക്ക് ചെയ്യണത് ഒരു ബയലാറ്ററൽ ഇൻ്റർപേഴ്സണൽ റിലേഷനിലാണ്, ദൈവമായിട്ടുള്ള ബന്ധമാണ്. ദൈവമായിട്ട് ബന്ധം വരുമ്പോൾ എന്ത് പറ്റും? ദൈവത്തിനെ പോലെ തന്നെ ഇത് ലൈറ്റ്നിങ് സ്പീഡിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യും. അതായത് ആടിപ്പാടി വല്ലപ്പോഴും കൂടി നടക്കേണ്ട കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് നടക്കും. ഇപ്പം നമുക്കൊരു ശത്രുത ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു വ്യക്തി അയൽവാസി നമുക്ക് ശത്രുതയാണ് എപ്പോഴും നമ്മളോട് കാണിക്കുന്നത്. കാര്യം ഒരു കാര്യം വേണ്ട, നമ്മളത്ര ഉയർന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ മറ്റുള്ളവർ മോന്തൊക്കെ തെളിയാത്ത ഒരു അവസ്ഥ വരും. അവരോട് ഇങ്ങനെ യുദ്ധത്തിലൊന്നും പോകണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവ് പറഞ്ഞിരിക്കുന്നത് നഷ്ടപ്പെടുത്തരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശത്രുവിനെ നിങ്ങൾ നേടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നഷ്ടപ്പെടുത്തണതിന് ആർക്കും സാധിക്കും അല്ലേ? ഒരാളെ നഷ്ടപ്പെടുത്താൻ ആർക്കും സാധിക്കും. ഈശോ എന്താ പറയണത്? അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ നേടും. ഈശോ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ശത്രുവിനായിക്കഴിഞ്ഞാൽ, അപ്പം ശത്രു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വിദ്വേഷം ഉണ്ടാകും, വേര് വളർന്നുണ്ടാകും, അശുദ്ധമായ വ്യക്തിയാകും അല്ലേ? അങ്ങനെ കുറേ സംഭവങ്ങൾ ശത്രുതയിലുണ്ട്. വിദ്വേഷമുണ്ട്, അശുദ്ധിയുണ്ട്. ഹെബ്രായ ലേഖനം 12 അധ്യായം അനുസരിച്ചുകൊണ്ട് വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. വെച്ചാൽ അവർ നിങ്ങളോട് വിദ്വേഷം കാണിച്ചപ്പോൾ നിങ്ങളും വിദ്വേഷം കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അശുദ്ധരായി. അപ്പോൾ അശുദ്ധരായി കഴിഞ്ഞുള്ള കുഴപ്പം എന്താണ്? കണക്ഷൻ പോവും, ദൈവമായിട്ട് കണക്ഷൻ പോവും. അതുകൊണ്ട് മറ്റുള്ളവർ വിദ്വേഷം കാണിച്ചാലും നമ്മൾ അങ്ങനെ കാണിക്കരുത്. എന്താ കാര്യം? നമ്മൾക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കണം. അവൻ്റെ മുമ്പിൽ ജയിച്ചാൽ പോരാ. അവൻ ചത്തുപോകുന്ന ആളാണ്. 10-50 കൊല്ലം 10-20 കൊല്ലം കൊണ്ട് ജീവിച്ചിരിക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ അവനും ചാകും, നമ്മളും ചാകും. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഈ നീർക്കോലിയൊക്കെ കടിക്കുമ്പോൾ അത്താഴം മുടങ്ങുന്ന കാര്യം ഉറപ്പാണ്. എന്താ കാര്യം? അത്താഴം എന്ന് പറയുന്നത് എന്താ? സ്വർഗീയ വിരുന്ന്, നിത്യത. ഈ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും നമുക്ക്. എന്നുവെച്ചാൽ അത്താഴം ഈ ശത്രു അവൻ നമ്മളെ ഒരു കാര്യമില്ല. കാര്യം അവൻ വഴി കെട്ടിയടക്കുന്നു, വഴി കൊണ്ടുപോയി അഡ്വാൻസ് കൊടുക്കുന്നു. എന്തിനാണ്? നമ്മൾ കാറ് മേടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ വഴി വിലക്കെടുത്തിട്ട് നമ്മൾ കാറ് വാങ്ങിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അവന് ആവശ്യമില്ലെങ്കിലും പോയി അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മളോട് നമ്മൾ ആ വഴി വിലക്ക് മേടിക്കാൻ ചെല്ലുമ്പോൾ പറയും, അയ്യോ അത് വിറ്റുപോയില്ല, അത് പറഞ്ഞു പോയില്ല, അതൊക്കെ ഞാൻ അങ്ങനെ തരേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഒക്കെ വർഷം ആരാണത് ചെയ്തതെന്നൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് വിദ്വേഷം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഓരോ വ്യക്തികളെക്കുറിച്ചും നമുക്ക് വിദ്വേഷം ഉണ്ടാകും. പക്ഷേ എന്താണ് വചനം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, വിദ്വേഷത്തിനൊരു കുഴപ്പമുണ്ടാകും. ഈ ആലിനെ പോലെയാണ് ഈ വിദ്വേഷം. ആലെന്ന് പറഞ്ഞുകൊണ്ടല്ല, ഈ സാധനത്തിൻ്റെ കൊമ്പ് വെട്ടിയാലും വേരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ആൾക്കാർ എപ്പോഴും ചെയ്യണത് എന്താണ്? കൊമ്പ് വെട്ടും. ഇപ്പോൾ ഞാനും എൻ്റെ തൈക്കാട്ടുതിരി പള്ളിയിൽ വലിയൊരു ആല് നിൽപ്പുണ്ട്. ആ ആലിന് ഞാനവിടെ സ്ഥിരമായിട്ട് താമസിച്ചിരുന്ന സമയത്തൊക്കെ എപ്പോഴും രസം ഒഴിപ്പിക്കും, മുകളിൽ കയറ്റി മണ്ണെണ്ണ ഒഴിപ്പിക്കും. എന്നിട്ട് ശിഖരമെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് രസവും ഒഴിപ്പിക്കും, മണ്ണെണ്ണ ഒഴിപ്പിക്കും. കുറച്ച് കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ പിന്നെയും ആല് ഇലയൊക്കെ പിടിച്ച് നിൽക്കും. എന്താ കാര്യം? അതിൻ്റെ വേര് വളരുന്നുണ്ട്. വേരിനങ്ങനെ കുഴപ്പമുണ്ട്, അത് വളർന്നുകൊണ്ടിരിക്കുക എത്ര അറ്റത്തുനിന്നായാലും. അപ്പോൾ വിദ്വേഷത്തിനൊരു പ്രശ്നമുണ്ട്. നോ കോണ്ടാക്റ്റ് ഇല്ലെങ്കിലും വേര് വളർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നിനക്ക് ശത്രുത ഉണ്ട്, ഓഫീസിലാകാം, അല്ലെങ്കിൽ നീ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലാകാം, ശത്രുത ഉണ്ട്. ശത്രുത ഉണ്ടാകുമ്പോൾ എപ്പോഴും നീ മനസ്സിലുണ്ടാകണം, ഈശോ പറഞ്ഞിരിക്കുന്നത് അവൻ പറയണ പോലെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. അതിലെ ഉടമ്പടി. അപ്പോൾ ഈശോ പറഞ്ഞിരിക്കുന്നത് ഇവനെ നേടണമെന്നാണ് പറയുന്നത്. ഇവനെ നഷ്ടപ്പെടുത്തരുത്. എനിക്കും നഷ്ടപ്പെടരുത്, ഈശോയ്ക്കും നഷ്ടപ്പെടരുത്. അതാണ് വിഷയം. കാര്യം നമുക്ക് നഷ്ടപ്പെടുത്താനാണെങ്കിൽ ഈസിയാണ്. ഇവൻ എന്തെങ്കിലും നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാണ്ട് ഒരു കേസ് കൊടുത്താൽ മതി. കേസെന്ന് പറയുമ്പോൾ അറിയാമല്ല, മിക്കവാറും കള്ളക്കേസായിരിക്കും. നമ്മളിവനെന്നെ നോക്കിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ തല്ലാൻ പോയി, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യം പറഞ്ഞ് കേസ് കൊടുക്കണം. പോലീസ് പറയും ഇതൊന്നും നിലക്കത്തില്ല. ഒരു 10-12 ദിവസമെങ്കിലും ഇവന് റിമാൻഡിൽ കളയണമെന്നുണ്ടെങ്കിൽ
വ്യത്യസ്തമായ ക്ലോസുകൾ അതിനകത്ത് ഇടണം, അതനുസരിച്ച് ഇടാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ സാറേ ഇടാൻ പറയും. അപ്പോഴേ ഇവനെ ഒന്ന് വിളിച്ച് വരട്ടണം എന്നുണ്ടെങ്കിൽ ക്ലോസ് ചേർക്കണം. ക്ലോസ് ചെയ്യുമ്പോൾ അവൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കേണ്ടി വരും. അപ്പോൾ ആരശുദ്ധനായി? നമ്മൾ അശുദ്ധനായി. കാര്യം പോലീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പോലീസിന് ചില കേസ് നിലനിൽക്കത്തില്ല. എസ് എടുത്ത് കൊണ്ടേ കേസ് കൊടുക്കണ്ടേ? അപ്പോൾ ഇതെന്നാ കേസ് വാ എന്ന് പറയും, പോലീസിന് ഏഡിനോടൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ എന്താ പറയുക, ഏഡിന് പറ്റുന്ന രീതിയിലേക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി നിയമത്തിൽ അകത്ത് പോണ രീതിയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നുണ പറയുന്നതോടുകൂടി നമ്മൾ അവിടെ നുണ പറയേണ്ടി വരും. പക്ഷേ അപ്പം നുണ പറഞ്ഞു ഒപ്പിടും. അപ്പോൾ ഇപ്പം ഇത്രയും നാൾ നമ്മൾ നേടിയത് ഇത് വളരെ, അതായത് ദൈവമായിട്ടുള്ള യാത്ര വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാര്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശത്രുവിനെ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളെ നേടി. ഉദാഹരണത്തിന് ഈശോ എന്താണ്, നിൻ്റെ ഇടത് കരണത്ത് അടിക്കുന്നതിന് വലത് കരണം കൂടി കാണിച്ചു കൊടുക്കാൻ പറയും. അത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ നമ്മളോട് ഒരെണ്ണം കൊണ്ട് ചെല്ലണമെന്നല്ല എൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ അവനോട് തിരിച്ച് ആക്രമിച്ച് ആക്രമത്തിൻ്റെ രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ടാകും. നമ്മളത് ജയിക്കുകയും ചെയ്യും, കോടതിയിലും ജയിക്കും. എത്ര പേരാണ് ശിക്ഷിക്കപ്പെടുന്നത്? പക്ഷേ ആളെ നമുക്ക് നഷ്ടപ്പെടും. നീ ക്രിസ്ത്യാനിയായിട്ട് പിന്നെ ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ദൈവം എന്താ കാര്യം? കർത്താവ് അവസാനം വരെ നേടാൻ നോക്കിയ ആളാണ്. അവസാനം വരെ ശത്രുവിനെ അവസാനം വരെ നേടാൻ നോക്കിയതാണ്. കാര്യം ഈ ഒടുക്കത്താഴ്ത്തരുത്തൻ്റെ ഈശോ അപ്പം എടുത്തിട്ട് കുർബാന സ്ഥാപിക്കണതിന് മുമ്പ് അപ്പം ജൂഡാസിന് കൊടുത്തിട്ട് പറയും, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ പറയും. എന്ന് വെച്ചാൽ ഈശോയ്ക്കറിയാം ഒറ്റിക്കൊടുക്കാൻ വേണ്ടി ആൾ റെഡിയായിട്ടിരിക്കണം, ഇവിടുന്ന് പോകാനിരിക്കണമെന്ന് പറയും. പക്ഷെ ആ ചെയ്യാൻ അത് ഈശോ ഒരു പരിഭവമായിട്ടോ അല്ലെങ്കിൽ നിരാശയായിട്ടോ അല്ലെങ്കിൽ ദേഷ്യമായിട്ടോ ഒന്നുമല്ല പറയണത്. വളരെ നല്ല മോഡി ലാംഗ്വേജിലാണ് പറയണത്, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ. നമ്മളത് വായിക്കണത് കുളമാക്കിയാണെന്നേ ഉള്ളൂ. മോന്ത അർപ്പിച്ചാൽ നമ്മൾ വായിക്കണം, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ കർത്താവ് പറഞ്ഞത് വളരെ എന്താണെന്ന് വെച്ചാൽ, കർത്താവ് അങ്ങനെ വളരെ നേക്കായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രോസിന് കാര്യം പിടികിട്ടും. പത്രോസിന് എങ്ങാനും കാര്യം പിടികിട്ടുക പത്രോസ് അവിടെയിട്ട് അടിക്ക് വരാം. അത് കാരണം യൂദാസിനെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തിൽ പത്രോസ് വിചാരിച്ചു ഈ പെസഹായ്ക്ക് ആവശ്യമായ എന്തോ വാങ്ങിക്കാൻ വേണ്ടി കാശ് കൊടുക്കുകയാണ്, അനുവാദം കൊടുക്കുകയാണെന്ന്. അപ്പോൾ രക്ഷപ്പെട്ടതാണ്. അത് വെച്ചാൽ അവസാനം വരെ യൂദാസ് നേടാൻ വേണ്ടി നോക്കുകയാണ്. നേടാൻ വേണ്ടി നോക്കിയതുകൊണ്ടാണ് യൂദാസിന് സങ്കടം കയറി ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. അതായത് യൂദാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 72 മണിക്കൂർ എൻ്റെ ഒരു മിസ്സിങ്ങാണ് സംഭവിച്ചിരിക്കുന്നത്. 72 മണിക്കൂർ കൂടി അവൻ മരിക്കാതെ നിന്നിരുന്നെങ്കിൽ ഈ തോമാസ് ലീഹാനെ വിളിച്ചതുപോലെ അവനെ വിളിച്ചേനെ ഈശോ. കാര്യം അത് ഈശോയാണ്. ഈശോക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈശോ എൻ്റെ മക്കളെ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ലെവലിലോട്ട് വരണം. എന്താ പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈശോ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് വെച്ചാൽ എന്താ പ്രശ്നം അറിയോ? വയ്യാവേലിക്ക് ചെന്ന് വള്ളിക്കെട്ടിനൊക്കെ തലവെച്ച് കൊടുത്താൽ നമ്മുടെ പെടലിയും ഞെട്ടിക്കൊണ്ട് അവർ പോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവരുത് എന്നാണ് ഈശോ പറയണത്. അതായത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രൊട്ടക്ഷൻ വേണം. ഞാൻ എൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യും. രാത്രി പ്രാർത്ഥിക്കുന്ന 2 മണിക്ക് രാത്രി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ റൈറ്റ് ഹാൻഡായിട്ടുള്ള എല്ലാ പ്രവർത്തകരും അവരുടെ കുടുംബങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും, മാതാവിനെ ഏൽപ്പിക്കും. അപ്പോൾ എന്താ അതെന്ന് വെച്ചാൽ അവരുടെ ഒന്നാമത്തിൽ അങ്ങനെയോ എത്രയോ വർഷങ്ങളായിട്ട് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ കൃപ പോയിക്കുക. അവരെല്ലായിടത്തും അവരുടെ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായി വല്ല അടിപിടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരതിൻ്റെ അകത്ത് നിന്നിട്ട് തലവെച്ച് കൊടുത്താൽ പിന്നെ അവർക്ക് കോടതിയായി, കേസായി, പിന്നെ രോഗമായി, പിന്നെ അസ്വസ്ഥയായി, കൃപ പോയി, പ്രാർത്ഥന പോയി, എല്ലാം പോലെ. അപ്പോൾ ഇത് എല്ലാം പോയി ചെയ്യും. പക്ഷേ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഇതാണ്, ഞങ്ങൾ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, കുർബാന സ്വീകരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെന്തോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ധാരണയിലിരിക്കരുത്. മറിച്ച് ദൈവമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും ഇതുപോലെ പേഴ്സൺ ടു പേഴ്സൺ ഈച്ച് ആൻഡ് എവരി സബ്ജക്റ്റ് ഡീലിൽ നിൽക്കണം. ഡീൽ ഓർ നോട്ട് ഡീലാണ്. അതായത് ഡീലിലാണ് നിൽക്കേണ്ടത് എപ്പോഴും. കർത്താവിൻ്റെ അടുത്ത് കർത്താവിൻ്റെ രീതി അനുസരിച്ച് ഇത്രയും നാളെ ഞാൻ കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ ചോദിക്കുന്നതാണ്
കർത്താവിന് എപ്പോഴും നല്ലത് തന്നുകൊള്ളും. കർത്താവ് നമ്മുടെ കാര്യങ്ങൾക്ക് അറിയാമല്ലോ. അത് ചില പൊട്ടന്മാരെ സീറോ ക്രിസ്ത്യൻസ് ഉണ്ട്. സീറോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് എന്താണ്? കർത്താവിനെക്കുറിച്ച് ഒരു ഗന്ധവും ഇല്ലാത്തവർ. അതാണ് സീറോ ലെവലെന്ന് പറയാൻ നമ്മൾ പറയുന്നതല്ലേ, 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെക്കുറിച്ചൊരു ഗന്ധവും ഇല്ലാത്തവർ. പക്ഷെ അങ്ങനെയല്ല ഈ സംഭവം. അതായത് നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചാലും നമുക്ക് ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷേ കയ്യിൽ നിന്ന് വിട്ടുപോയ ഇഷ്യൂസ് ഉണ്ടാകണമല്ല പ്രശ്നം, നമ്മളതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതാണ് വിഷയം. ഇപ്പം എങ്ങനെയാണ്, ഇപ്പം നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു ചോദ്യമില്ലേ? ഒന്ന് സ്തുതിച്ച മക്കളെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ 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 ആരാധന. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. എന്നുവെച്ചാൽ എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കുഴപ്പം എന്തറിയാവോ? അതായത് നമ്മുടെ ആധ്യാത്മിക വളർച്ചയെ തകർത്ത് കളയുന്ന ഒരു വലിയ കാര്യമുണ്ട്. അതായത് ഇപ്പം നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന നിയമം ഞാൻ ചോദിക്കുമ്പോൾ ഈശോ എന്നാ പറയണത്? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? 10:26 ലുക്കാൻ്റെ സുവിശേഷം 10:26 അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ദാറ്റ് മീൻസ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അതല്ല പ്രശ്നം. അവിടെ എന്തെഴുതിയാലും വാട്ട് യു റീഡ്, നീ അത് എന്ത് വായിക്കുന്നു അത് നിൻ്റെ പേഴ്സണൽ വിഷയമാണ്. നിയമത്തിൽ എന്ത് എഴുതിയാലും നീ അതെങ്ങനെയാണ് ആ വചനങ്ങളെ കൈകാര്യം ചെയ്യണത്? ഇതൊരു വല്ലാത്ത ഒരു തലവേദന പിടിച്ച പരിപാടിയാണ്. കാര്യം നമ്മൾ ദൈവവചനത്തിലൊക്കെ എന്തെല്ലാം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ നമുക്കൊരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യണത്? ഇപ്പോൾ നമുക്കൊരു മൂത്ത കുട്ടിയുണ്ട്, ഇളയ കുട്ടിയുണ്ട് നമുക്ക്, അല്ലേ? അപ്പോൾ ഇളയ കുട്ടിക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രസവിച്ചില്ല, പിന്നെ 9 വർഷം കഴിയുമ്പോഴാണ് പ്രഗ്നൻ്റ് ആകണത്. ചിലപ്പോൾ അറിയാതെ ആവും, അവരുദ്ദേശിച്ച് കാണത്തില്ല, പക്ഷെ അവർ പ്രഗ്നൻ്റ് ആവും. ഈ പ്രഗ്നൻ്റ് ആകുന്നതോട് കൂടി ഈ അപ്പൻ്റെയും അമ്മയുടെയും ലക്ഷണം മാറും. എന്താ, മൂത്ത കുട്ടി എന്നാ വിചാരിക്കും? അപ്പോൾ ഇവർ വന്നത് നമുക്ക്, അപ്പോൾ അവർക്ക് തമ്മിലേ അറിയാൻ പാടുള്ളൂ, ഇത് നമുക്ക് കളഞ്ഞേക്കാമെന്ന് പറയും. അപ്പോൾ എന്താ പറയുക? അപ്പോൾ ചിലർ എന്താ വിചാരിക്കണത്? മൂത്ത കുട്ടിയാണ്, ആര് വിചാരിച്ചു എന്നാ കാര്യം, ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ, നമ്മൾ വളർത്തും, അടിപൊളിയായിട്ട് വളർത്തും, ആ മൂത്തോളെ കൊണ്ട് ഇതിനെ വളർത്തിക്കും നമ്മൾ. അപ്പോൾ ഇത് ഓരോ വിഷയം ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടില്ലേ? അപ്പോൾ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ചില ആൾക്കാർ പറയും, നീ അതെങ്ങനെ വായിക്കുന്നു? കർത്താവിൻ്റെ വചനത്തിൽ എന്ത് എഴുതിയാലും ഓരോ അവന്മാർ വായിക്കണത് അവനവൻ്റെയൊക്കെ സ്വന്തം രീതി അനുസരിച്ചാണ്. അതാണ് വിഷയം. നിയമത്തിൽ എഴുതിയിരിക്കണമല്ല പ്രശ്നം. ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് എഴുതിയാലും ഓരോരുത്തരും അവരുടെ സൗകര്യം അനുസരിച്ചുകൊണ്ട് ഈ സാധനം വായിക്കും. അതോടുകൂടി പണിയും കിട്ടും. പണി കിട്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ഒരു 1.5 പണിയാണ് കിട്ടാൻ പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഏണിയും പാമ്പും കളി പോലെയാണ്. ഏണിയും പാമ്പും കളി പോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയാം, ആധ്യാത്മിക ജീവിതമൊന്നുമല്ല സ്നേക്ക് ആൻഡ് ലാഡറായിട്ടുള്ള കളിയാണ്. പക്ഷേ നമ്മളിപ്പോൾ 46 ഒരു ഏണി ഇരിപ്പുണ്ട് ഇല്ലേ? 46 ഏണി എങ്ങോട്ട് കിടക്കണത്? 97 ഇരിക്കണം. ഏണിപ്പാമ്പ് കളിയിൽ 46 ഏണി ഇരിക്കണത്, അത് 97 ഇരിക്കുന്നത്. 46 നമ്മൾ ചെന്നാൽ ഷിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ കയറി മുന്നോട്ട് പോകും. ആധ്യാത്മിക വളർച്ച അങ്ങനെയാണ് സംഭവിക്കുന്നത്. പെട്ടെന്നൊരു വളർച്ച വരും നിൻ്റെ ഒരു നിലപാട് കാരണം, നിൻ്റെ ഒരു നല്ല നിലപാട് കാരണം. എന്നുവെച്ചാൽ നിനക്ക് നേരിട്ട് അവകാശവും ഓഹരിയില്ലാത്ത ഉത്തരവാദിത്വം ഇല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ നീ അവർക്ക് ആശുപത്രി കൊണ്ടുപോയോ അല്ലെങ്കിൽ അവർക്ക് സന്ധിപ്പ് കൊടുക്കുകയോ ചെയ്താൽ പെട്ടെന്ന് നിൻ്റെ ഏണി 46 97 കയറും. അപ്പം 97 അപ്പം നമുക്ക് അതനുസരിച്ച് നീ അത് ലിഫ്റ്റിങ് നീക്കി കിട്ടും. ലിഫ്റ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ വരുന്നൊരു വിഷയം, പിന്നെ നമ്മൾ ലിഫ്റ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കണം. കാരണം എന്താണ്? ഇനി ഒന്ന് വീഴാൻ പാടില്ല.
ഈ പുള്ളിയില്ലേ, പുള്ളി 1 വീണ് 97 ഇരിക്കുകയാണ്. അപ്പോൾ ഇനി 3 വീണാൽ 100 വരും. പക്ഷെ 1 വീണാൽ എന്താ പറ്റുക? 1 98 ഇരിക്കുക. അവിടെ പാമ്പ് ഇരിപ്പുണ്ട്. പാമ്പിനൊക്കെ പറഞ്ഞ് വിഴുങ്ങിയിട്ട് നമ്മളെ കൊണ്ടുവന്ന് 2 വെക്കും. ദാറ്റ് മീൻസ് ഒരു തീരുമാനം എടുക്കുന്നതിൽ പെശകിയ. ഇപ്പം ഇതിൻ്റെ അയൽവാസിയുടെ ശത്രുത തന്നെ അവനൊന്ന് കുരുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴതിന് നീ ക്രിസ്ത്യാനി ആകണമെന്ന് നിർബന്ധമില്ലല്ലേ കെട്ടിയെടുത്ത്. നിൻ്റെ ശത്രുവിനെ കുരുക്കാൻ തീരുമാനിച്ചാൽ അതിന് നീ ക്രിസ്ത്യാനി ആകണമെന്ന് ഒരു നിർബന്ധമില്ല. അജ്ഞാനികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിനെ അറിയാൻ പാടില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിനെ ദൈവരഹസ്യങ്ങൾ അറിയാവുന്നവനെന്ന് എൻ്റെ അർത്ഥം. ദിവ്യരഹസ്യങ്ങൾ അറിയാവുന്നതിനെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ശത്രുവിനെ നേടണമെന്നാണ് എന്ന് എഴുതിയിരിക്കുന്നത്. നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അല്ല ശത്രുവിന് പണി കൊടുക്കണമെന്നല്ല എഴുതിയിരിക്കുന്നത്, ശത്രുവിനെ നേടണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോഴാ 1 വീണോടുകൂടി നീ നേരെ കറങ്ങിത്തിരിഞ്ഞ് പാമ്പ് നിന്നെ 98 വിഴുങ്ങുന്നു. എടുത്ത തീരുമാനത്തിൻ്റെ ഇത് വരുന്ന പെശക 98 നേരെ വന്ന് 2 സ്വാഹ, തീർന്ന പരിപാടി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ നീ പിടികൊടുത്ത് ദൈവത്തിന്, ഇനിയിപ്പോൾ നീ എളിമപ്പെടണം. കർത്താവ് സാഹചര്യം സമ്മർദ്ദം കൊണ്ടും മനുഷ്യൻ്റെ ഒരു ബലഹീനത കൊണ്ടും മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ടും, കാര്യം വചനം പറയുന്ന ഏറ്റവും വലിയ സംഭവമാണ് വിജാതിയുടെ ഉപദേശം നീ സ്വീകരിക്കരുതെന്നാണ്. പൗരസഭ ചോദിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനിയായിട്ടുള്ള ആരും ഇല്ലേ? നിങ്ങൾ എന്തിന് വിജാതിയരുടെ വിജാതിരെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ക്രിസ്തുവിനെ അറിയാത്തവരുടെ ഉപദേശങ്ങൾ നീ സ്വീകരിക്കുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കണത്? ക്രിസ്തുവിനെ നീ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പോണത്. ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പിന്നെ നീ കെട്ടിയെടുത്ത് എന്താ ക്രിസ്ത്യാനിയായത്? അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ജീവിക്കണേ എന്തിനാണ്? ഇതിനുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നീ എപ്പോഴും ഇതിനെ ബൈൻഡ് ചെയ്ത് പോകണം. എന്താണ്? പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പിന്നെ എന്ത് ചെയ്യണം? തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ഇത് നമ്മൾ ചെല്ലാറില്ലെന്ന് ചോദിച്ചാൽ ചെല്ലാറുണ്ട്, പക്ഷേ നമ്മളവിടെ ഉണ്ടാവത്തില്ല. അതാണ് പ്രശ്നം. ദ പ്രസൻസ് ഓഫ് ദി റിസൈറ്റർ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മളിത് ചെല്ലാറുണ്ട്, ചെല്ലാത്ത ആൾക്കാരുണ്ട്. സ്വർഗ്ഗസ്ഥനായ പിതാവ് എപ്പോഴും ചെല്ലണമല്ലേ? ചെല്ലും, പക്ഷേ വിൽ നോട്ട് ബി ദെയർ. നമ്മളവിടെ ഉണ്ടാവത്തില്ല. എന്താ കാര്യം? സ്വർഗ്ഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോൾ എന്താണ് ചെല്ലണമെന്ന് നമുക്കറിയത്തില്ല, എന്തിനാണ് ചെല്ലണമെന്ന് അറിയാൻ പാടില്ല. പണ്ടുപോലെ പഠിച്ചു വെച്ച സാധനങ്ങൾ ഇന്നെ അറിയാതെ 1 1 2 2 2 4 എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പട്ടിക ക്രിസ്ത്യാനിയാണിത്. പട്ടിക ജാതി എന്ന് പറയത്തില്ല, അങ്ങനെ പറഞ്ഞാൽ ജയിലിൽ വരെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ പട്ടിക ക്രിസ്ത്യാനിയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടിക പോലെ പ്രാർത്ഥിച്ചിട്ട് അയാൾ അവിടെ ഇല്ല. അതാണ് പ്രശ്നം. അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഹീസ് നോട്ട് പ്രസൻറ്റ് ദെയർ, ഹീസ് നോട്ട് നോയിങ് അബൌട്ട് ഇറ്റ്. എന്നുവെച്ചാൽ എന്താ പ്രാർത്ഥിക്കണത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. കാര്യം നീ ഞങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള അവസ്ഥകളിൽ ഒരു രീതിയിലുള്ള അവസ്ഥകളിൽ ഞങ്ങളെ കൊണ്ട് എത്തിക്കരുതേ. എന്തുകൊണ്ടാണ് അങ്ങനെ എത്തിപ്പോണത്? ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർ നിങ്ങളുടെ കൂടെ നടക്കുന്നത് കൊണ്ടാണ്. നമ്മളെപ്പോഴും നമ്മുടെ കോളേജിലായാലും ശരി, നിങ്ങളുടെ ആശുപത്രിയിലായാലും ശരി, സ്കൂളിലായാലും ശരി, നിങ്ങളുടെ കൂട്ടുകാരാണെന്ന് നോക്കണം. ചിലപ്പോൾ 2-3 ആഘോഷം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ ഈ കഴുകൻ ഉള്ള ശവം മുഴുവൻ തിന്നിട്ട് പൗഡർ ഇട്ട് കുളിച്ച് നടക്കുന്ന കഴുകന്മാരില്ലേ, അതുപോലെയുള്ള വ്യക്തിയായിരിക്കും നിൻ്റെ കൂട്ട്. അതോടുകൂടി അവൾ പറയണതെല്ലാം നിനക്ക് വേദപ്രമാണമായിട്ട് ക്രമേണ നീ കർത്താവിൽ നകന്നു പോകും. എന്താ കാര്യം? നിൻ്റെ കൂടെയുള്ളത് ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്ന പൈശാചിക സാന്നിധ്യമുള്ള സാക്ഷ്യത്തിൻ്റെ ആളാണ്. അതുകൊണ്ട് നീ ആരുടെ കൂടെ സഞ്ചരിക്കുന്നത്, ആരാണ് നിൻ്റെ കൂട്ടെന്ന് നീ മനസ്സിലാക്കണം. ഒരു കാര്യമുള്ളത് നീ മനസ്സിലാക്കേണ്ടത്, ഏത് കൂട്ട് എങ്ങനെ ഉണ്ടാക്കിയാലും. ഞാൻ ഇടക്കിടക്ക് സിമിത്തേരി പോകുന്ന ആളാണ്. ഇടവക ഇരിക്കുമ്പോഴൊക്കെ രാത്രി 1 മണിക്കൊക്കെ സിമിത്തേരി പോകും, നിലാവുള്ള ദിവസം. കാര്യം സിമിത്തേരി പോലെ ഒരു സർവകലാശാല വേറെ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലില്ല. ഒരു ധ്യാനകേന്ദ്രമാണ് സിമിത്തേരി എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാം മനസ്സിലാകും. നമ്മുടെ ടെൻഷൻ എല്ലാം മാറും. നമ്മുടെ എന്തെങ്കിലും മത്സരങ്ങളുണ്ടെങ്കിൽ അത് മാറും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഓവർ വ്യഗ്രത ഉണ്ടെങ്കിൽ മാറും. കാര്യം എന്ത് വ്യഗ്രത എടുത്തെടുത്താലും അവസാനം ഇവിടെ വന്ന് വീഴും. എന്താ വ്യത്യാസം വരണത്? ഒരു 5-10 റീത്ത് കൂടുതൽ കിട്ടും, അത്രയേ ഉള്ളൂ. മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 10 റീത്ത് നീ കുറച്ച് ആൾക്കാരുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ ഈ റീത്ത് തന്നവന്മാർക്കൊന്നും നിന്നോട് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ റീത്ത് എണ്ണണ ആൾക്കാരുണ്ടല്ലോ വീട്ടിലേ, റീത്ത് എണ്ണി നോക്കും, ഏതെല്ലാം പേര് റീത്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ വായിൽ പുട്ടടിക്കാൻ വേണ്ടിയാണ് റീത്ത് ഉളന്ന് വെക്കണത്. എല്ലാവരും അല്ല, കുറേ ആൾക്കാർ. എന്നിട്ട് റീത്തിന് എന്താ സംഭവിക്കണത്? നമ്മൾ കുഴിയാഴ്ചക്ക് വേണ്ടി ഞങ്ങൾ ഓഫീസ് അനാഥ ചെല്ലാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ പറയും, കപ്പനെ അത് അഴുകിയില്ല, പൂവൊക്കെ അഴുകിയില്ല, എടുത്തുകൊണ്ട് തെമ്മാടക്കുഴി കളയെന്ന് പറയും. അത്രയേ ഉള്ളൂ സാധനം.
നീ വലിയ ആനക്കാരെ കൊണ്ടുനടന്ന ബന്ധങ്ങളൊക്കെ തെമ്മാടിക്കുഴിയിലായിട്ട് പാഴ്സലായിട്ട് പോണത് കാണാൻ പറ്റും. ഇതെല്ലാം നീ ദൈവത്തെ മറന്നുണ്ടാക്കിയ മുതലാണ്. ഇത്തരം മുതലും കൊണ്ട് നടക്കുമ്പോഴേ കർത്താവിനെ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ, അങ്ങ് വലിയ ബോധ്യങ്ങൾ നൽകി ഞങ്ങളെ ആശീർവദിക്കുന്നതിനെന്ന് പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രകാരം ദൈവത്തോട് പ്രതിബദ്ധത പുലർത്തി പ്രകാരം ദൈവത്തോട് ചേർന്ന് ജീവിക്കണമെന്ന് ബോധ്യങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ ആരാധന. എന്നെന്നും എന്നുള്ളിൽ വാഴാം. ദൈവസ്നേഹത്തോടെ പാടാം. സ്നേഹത്തിൻ ഈശോയെ ആരാധന. എന്നുള്ളിൽ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിൻ യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, അതായത് ദൈവവുമായിട്ടുള്ള ബന്ധം. ഏറ്റവും വലിയ പ്രലോഭനത്തിന് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ ഏറ്റവും മനുഷ്യനുണ്ടാകുന്ന പ്രലോഭനമല്ല, ഏറ്റവും വലിയ നഷ്ടമെന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് എ ഗ്രേറ്റ് ലോസ് ഹാപ്പൻ ടു ദി ഹ്യൂമാനിറ്റി? ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ പറ്റിയ, ഒരു പേഴ്സൺ സംഭവിക്കാൻ പറ്റിയ ഏറ്റവും ഗ്രേറ്റ് ലോസ് എന്താ? ഏറ്റവും വലിയ ലോസ് എന്ന് പറയണത് പലപ്പോഴും ദൈവത്തെ നഷ്ടപ്പെടുന്നതാണ്. പക്ഷേ എപ്പോഴാണത് ലോസാകണത്? നമുക്കത് തോന്നണം. എപ്പോഴും ഒരു അപകടം സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തെ നഷ്ടപ്പെട്ടാൽ അതറിയാത്ത ഒരവസ്ഥ വരും. അതാണ് ഏറ്റവും വലിയൊരു മനുഷ്യൻ്റെ ദുരന്തം. ദൈവത്തെ നഷ്ടപ്പെട്ടു, പക്ഷെ നമുക്ക് അറിയത്തില്ല. നഷ്ടപ്പെട്ട കാര്യം അറിയത്തില്ല. ആദ്യകാലങ്ങൾക്ക് അറിയും, പിന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവലാണ്. അത് വേറൊരു ലെവലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്രൈസിസ്, ഒരു ഹെവി ഡ്യൂട്ടി വിഷയം വരുമ്പോഴാണ് നീ പഠിക്കാൻ പോണത്. നിന്നെ ദൈവത്തിന് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നിനക്കൊരു ഹെവി ഡ്യൂട്ടി വിഷയം തരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവരുടെ പേര് ട്രീസയാണ് മറ്റൊരുന്നാവുന്നതാണ്. എനിക്ക് അവിടെ സാക്ഷ്യം വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങളത് യൂട്യൂബിൽ നോക്കണേ. അവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 38 വർഷമായിട്ട് ഇവർക്ക് ബ്ലീഡിങ്ങാണ്. 38 വർഷമായിട്ട്. അതായത് ഒരു ചെടുത്തി അവർക്കൊരു 45-50 വയസ്സ് കാണുമായിരിക്കും. അങ്ങനെ അവർക്ക് 38 വർഷമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ തന്നെ പീരീഡ്സ് ആണെങ്കിൽ തന്നെ ഒരു 2, 3, 4, 5 ദിവസം കഴിഞ്ഞാൽ ആൾക്കാർ അടുക്കൽ ഭാഷത്തിൽ ഒരു അച്ചാവ് ഒന്ന് പ്രാർത്ഥിച്ച് ബ്ലീഡിങ് നിൽക്കണില്ലെന്ന് പറയും. കാര്യം വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് മനസ്സിലായി എന്തോ സംതിങ് മിസ് ചെയ്തിട്ടുണ്ടെന്നറിയാം. ഇതെല്ലാം കർത്താവിൻ്റെ കയ്യിലുള്ള കാരണം ഞാനപ്പോൾ തന്നെ മുട്ടയ്ക്കാൻ പറയും, ബ്ലസ് ചെയ്ത് അത് പ്രാർത്ഥിച്ചു വിടും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 38 വർഷമായി ബ്ലീഡിങ്. അപ്പോൾ അവരെന്തുമാത്രം സഫർ ചെയ്യുന്നുണ്ടാകും ഒരു ദിവസം. പക്ഷേ ഇങ്ങനെ സഫർ ചെയ്യുമ്പോൾ ഇവരുടെ ഒരു പ്രശ്നമുണ്ട്, ഈ ട്രീസ്റ്റാരുടെ ഒരു പ്രശ്നം. ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേദനയൊക്കെ ഉണ്ട്, അടിവയറ്റിലൊക്കെ വേദനയുണ്ട്, പെരിപ്പുണ്ട്, പൊക്കച്ചിലുണ്ട്, പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടെങ്കിലും ഇതൊന്നും ഇവരുടെ ആധ്യാത്മികതയെ ബാധിക്കണില്ല. ഈ മാസം കേട്ട ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ്. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, അതായത് അടിവയറ്റ് വേദനയും ചുരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഇവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കണില്ല. കാര്യം എന്താണ്? ഇവർ ഡെയിലി കമ്മ്യൂണിക്കൻ്റാണ്. അതായത് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും. അപ്പോൾ അവർ സാക്ഷ്യം പറയണേ, ഇടയ്ക്ക് എനിക്ക് വേദന അടിവയറ്റിങ്ങനെ ചുഴന്ന് കുത്തണ കറക്കിത്തിരിക്കണ വേദന വരും. അപ്പോഴും ഞാൻ പതുക്കെ നടന്ന് കർത്താവിൻ്റെ അടുത്ത് പോകും.
അത് കേൾക്കണം ആ സാക്ഷ്യം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാനോർത്ത് ദൈവമേ, ഒരു കാര്യം സത്യം കേട്ടോ, അതായത് നമ്മുടെ ചില ചേച്ചിമാരൊക്കെ സ്വർഗത്തിലെത്തുമ്പോൾ അല്പം സ്തുതി പറയും. കാര്യം അതൊക്കെ മേലെയാണ് ചില ആൾക്കാർ ചെയ്തു കൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ വഴികളിൽ വീരരക്തസാക്ഷികളായ വ്യക്തികൾ കേരള സഭയുടെ ആസ്തിയാണ്. അതല്ലേ ഇപ്പോൾ സഭയിൽ ഇത്തിരി ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടും സഭ ഇങ്ങനെ അടിച്ചു പിടിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഇങ്ങനെ കുറേ കുടുംബക്കാരുണ്ട് വീട്ടിൽ, ദൈവമേ സഭയെന്നും പറഞ്ഞ് ജീവിക്കുന്നവർ. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് സഭയുടെ വിശുദ്ധിക്ക് വേണ്ടി ഒരു കാഴ്ച വെക്കുന്നത്. എന്താ കാര്യം എന്നറിയാവോ? ഈ ഒന്ന് സ്തുതിച്ച മക്കളെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, തിരുസഭയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ സ്പർശിക്കുന്നത് പറയൂ. കർത്താവേ ശിവേ ആരാധന, ശിവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശിവേ ആരാധന, ശിവേ ആരാധന, ശിവേ ആരാധന, ശിവേ ആരാധന, ശിവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതായത് കൊളോസിയ ലേഖനം 1:24 ഒരു അടിപൊളി വചനമുണ്ട്. എന്താ പറയണത്? ഒന്ന് ഏറ്റു പറഞ്ഞ്, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികർത്തുന്നു. അപ്പോൾ ഓരോരുത്തരുടെ വേദനയില്ലേ, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഓരോ തരത്തിലെ ശാരീരിക വേദനകളെല്ലാം എന്തിനു വേണ്ടിയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ പൗലോസ് സഭയാകുന്ന ശരീരത്തെ പ്രതി യേശുക്രിസ്തു സഹിച്ച പീഡകളുടെ കുറവ്. സഭയാകുന്ന ശരീരം എന്ന് പറയുമ്പോൾ സഭയ്ക്ക് നമുക്കറിയാമല്ലോ, യേശുക്ക് 2 ശരീരമുണ്ട്. ഒന്ന് മൗലിക ശരീരം, ഈശോ തന്നെയാണ് മൗലിക ശരീരം, സഭയുടെ ശിരസ് അല്ലേ. നമ്മുടെ സഭ, നമ്മളെന്താണ്? ഭൗതിക ശരീരം, ബോഡി. നമ്മളെ ബോഡിയും കർത്താവ് നമ്മുടെ ശിരസ്സും അല്ലേ. അപ്പോൾ ഈ സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിനുണ്ടാകുന്ന സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ്. അപ്പോൾ പീഡകൾക്ക് കുറവ് എങ്ങനെ ഉണ്ടാകണത്? സഭയാകുന്ന ശരീരമെന്ന് പറയണത് കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ലേ? ഈ സഭയാകുന്ന ശരീരത്തിനെ പ്രതി, സഭയാകുന്ന ശരീരം ഇപ്പോൾ 2022 കൊല്ലം കൊണ്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. ഇനിയും ആയിരക്കണക്കിന് കൊല്ലം സഭയാകുന്ന ശരീരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഈ സഭയാകുന്ന ശരീരത്തിന് പ്രതി യേശുക്രിസ്തു അനുഭവിച്ച പീഡകളുടെ കുറവ് ആരാണ് അനുഭവിക്കേണ്ടത്? വിശ്വാസികളാണെന്നാണ് പറയണത്. അതാണ് സംഭവം. ഈ മറ്റു ട്രീസായൊക്കെയുടെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ച ഇതാണ്, മറ്റു ട്രീസ അതായത് അവർക്കിങ്ങനെ ബ്ലീഡിങ് ഇങ്ങനെ ധാരയായിട്ട് നിൽക്കുമ്പോഴും ധാര തന്നെ ഇല്ല. ഒരിക്കലും ഇവരിങ്ങനെ താടി മേശയിലിങ്ങനെ വെച്ചുകൊണ്ട് അച്ഛൻ്റെ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ധ്യാനം അത് ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനോർക്കുക, ഈ മനുഷ്യന്മാർ അതായത് ആദ്യ ചൊവ്വാഴ്ച ധ്യാനം ഇവർ കൂടണം. ഈ ബ്ലീഡിങ് ഉള്ള രോഗി എങ്ങനെ കൂടണത്? അവർ മേശയുടെ അരികെ മുട്ടേ നിന്നിട്ട് മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് കൈ പരിശുദ്ധ കുർബാന നിൽക്കണ പോലെ കൈ കുപ്പിക്കൊണ്ടാണ് ഈ മറ്റു ട്രീസ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ്. എന്താ കാരണത്? 38 കൊല്ലമായിട്ട് രോഗമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ കർത്താവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ ഇവിടെ ഇരിക്കണം, ഞാൻ ഇവിടെ ഇരിക്കണം, എൻ്റെ പുറകിൽ അമ്മ നിൽക്കണം. ഇവർ ട്രീസ എവിടെയോ, അവരെവിടെയാണ്? മറ്റൂര്. അതെവിടെ നിൽക്കണത്? എവിടെയാ അത്? അങ്കമയ്യ. അവിടെയാ. അപ്പോൾ അവിടെ അവർ അവരുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അവരിപ്പോൾ അങ്കമാലിലല്ല അമേരിക്കയിലായാലും
യേശുവിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ്? അരികിൽ തന്നെയാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയണത് കണ്ട, അവൾ ബ്ലീഡിങ് ആയിട്ട് പോലും മുട്ട എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് എനിക്ക് മെസ്സേജ് തരും, അവളെ ഞാൻ ഹീലാക്കിയിട്ടുണ്ട്, അത് അവളോട് പറയാൻ പറയും. അവളെ ഞാൻ ഹീലാക്കിയിട്ടുണ്ട്, അവളോട് പറയാൻ പറയും. അപ്പോൾ എനിക്ക് ട്രീസായുടെ ഫിഗർ കിട്ടും. ഞാൻ പറഞ്ഞു, ഇങ്ങനെ വയറ്റിൽ നിന്ന് ഒരു കല്ല് പോലൊരു സാധനം വരണ, വയറ്റിൽ നിന്ന് കല്ല് പോലൊരു സാധനം വരുന്നു, അതിൻ്റെ വേദന പുകച്ചിരി ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നു, എന്നിട്ട് അത് ചുങ്ങിപ്പോകുന്നു, എന്നിട്ട് ആ വേദന അത് പൂർണ്ണ ഒരു തൊലി ഇങ്ങനെ മാറ്റിയിട്ട് ആ കല്ല് മാറ്റുന്നതായിട്ട് ഈശോ കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഓപ്പറേഷൻ വേണ്ടി വരും, അതിന് ആ വ്യക്തി ഓപ്പറേഷൻ വിധേയമായിട്ട് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് റിലീവ്ഡ് ആകാൻ പറയും. അപ്പോഴും മനസ്സിലായപ്പോൾ അവർക്ക് മനസ്സിലായി. അവരിങ്ങനെ താടിയൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ട് ഈ പ്രസംഗം കേട്ടോണ്ട് ധ്യാനം കേട്ടോണ്ട് ഭക്തിയോടെ ഇരിക്കണം. അപ്പോഴാണ് അവളുടെ കാര്യം ഈശോ പറയണത്. അവളുടെ കാര്യം ഈശോ പറയണത് എന്താ പറയണത്? അവളുടെ വയറ്റിൽ നിന്നൊരു കല്ല് പോലൊരു സാധനം വരുന്ന വെച്ചപ്പോൾ 2 ദിവസത്തിന് മുമ്പ് ഈ സാധനം വന്നു. വയറ്റിൽ നിന്ന് യൂട്ടസിൽ നിന്ന് ഇറങ്ങിയിട്ട് ജനനേന്ദ്രത്തിൽ കൂടി പുറത്തേക്ക് വരികയാണ് കല്ല്. വല്ലാത്ത വേദനയാണ്, വല്ലാത്ത വേദനയാണ്. എന്നാൽ കല്ലല്ല ശരിക്കും പറഞ്ഞാൽ ഒരു കടുത്ത ഒരു വിരൽ പോലെ ഇരിക്കുന്ന, ഞാൻ കൃത്യമായിട്ട് കാണിച്ചൊക്കെ പറയുന്നുണ്ട്, വിരൽ പോലെ ഇരിക്കുന്ന ഒരു വസ്തുവാണ് ഇറങ്ങി വരുന്നത്. അപ്പം അത് എത്രയും വേഗം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ ഈശോ പറയുകയാണ്. അപ്പോഴെന്നുവെച്ചാൽ ഒരു വ്യക്തിയുടെ വളരെ പ്രൈവറ്റായിട്ടുള്ളൊരു വിഷയമാണത്. അതുപോലും ഈശോ എത്ര ശ്രദ്ധയോടെയാണ് ഇരിക്കണത്. പക്ഷേ എന്തുകൊണ്ടാണ്? ട്രീസായുടെ നിലവാരമാണത്. അവളതിന് പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണ്. അവൾ ഈ ബ്ലീഡിങ് വെച്ചുകൊണ്ട് അവൾ ഈ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ എന്ന് വെച്ചാൽ അവൾക്ക് ഈശോ തന്നെയാണ്, വേറെ ഒന്നുമല്ല. നമുക്ക് ഈശോ എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം സാധിച്ചിട്ട് പിന്നീട് യൂസ് ആൻഡ് ത്രോ ആയിട്ട് എറിഞ്ഞു കളയാൻ പറ്റിയ എന്തോ സാധനമാണ്. അതാണ് വിഷയം. പല ആൾക്കാർക്ക് അടിപ്പം പറ്റിയിരിക്കണ ഇതാണ്. എല്ലാവർക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ആ അനുഗ്രഹിക്കണ ആ സമയത്തൊക്കെ എല്ലാം വലിയ പഞ്ചപുച്ഛം ഉടച്ച് ഒച്ചാനിച്ച് കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ ഈ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടി നക്കി വാലാട്ടിക്കൊണ്ട് നടക്കുന്ന പോലെ ഒരാഴ്ച വാലാട്ടിക്കൊണ്ട് നടക്കും. അതിനുശേഷം ഗുഡ് ബൈ പറയും. അവരവരുടെ വഴിയായി, അവരുടെ രീതിയായി, അവരുടെ പഴയ മനുഷ്യനായി. അപ്പോൾ ഇങ്ങനെ വരണ കൊണ്ട് പക്ഷേ ട്രീസ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഉടമ്പടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി ചെയ്യുമ്പോഴും ഇത്രയും വലിയ വിഷയം ചെയ്യുമെന്ന് ഈ ട്രീസക്ക് അറിയത്തില്ല. പക്ഷെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ ഉടമ്പടി ധ്യാനം മനസ്സുറച്ചവർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, എന്താണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അവൾ ഇനി വേദനിക്കേണ്ട കാര്യമില്ല, അവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും. അതായത് ഈശോ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ, അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ കർത്താവിനെ അറിയാം, നമ്മുടെ ഉടായ്പകളെല്ലാം അറിയാം. കാര്യം ഇത് തൽക്കാലത്തേക്ക് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ഉടമ്പടി എടുക്കലും പൊക്കലും ഒക്കെയാണ്. അത് കഴിയുമ്പോൾ പണ്ടത്തെ ആൾ തന്നെയായിരിക്കും നീ എന്നുള്ളത് ഈശോയ്ക്കറിയാം. ഇനി ഉടമ്പടി എടുത്താൽ തന്നെ നീ വന്ന് സാക്ഷ്യം പറയാൻ തയ്യാറാകത്തില്ലെന്നും കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ ഉടമ്പടി താമസിക്കാൻ കാരണം. നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മറിച്ച് മര്യാദയ്ക്ക് കർത്താവിലേക്ക് ഈ വിഷയം കൊണ്ടുവന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ഈശോയാണ് എല്ലാത്തിനേക്കാൾ വലുതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെങ്ങനെ ഈശോയെ കാണുന്നു, അതാണ് വിഷയം. ഇപ്പം അന്ധന് കാഴ്ച കൊടുത്തപ്പോൾ കർത്താവ് കണ്ണ് തുറന്നപ്പോൾ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, മനുഷ്യരെ കാണുന്നുണ്ട്, പക്ഷേ മരങ്ങളെപ്പോലെയൊക്കെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും കർത്താവ് അവൻ്റെ കാഴ്ച കൊടുത്ത് പിന്നെയും കണ്ണിൽ തൊട്ട് പ്രാർത്ഥിച്ചോണ്ട് ഇപ്പം എന്ത് കാണും? ഇപ്പം മനുഷ്യരെപ്പോയി കാണുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ 2 കാഴ്ച ഉണ്ടാവും. ശരി, ഇപ്പം 2 കാഴ്ച ഉണ്ടാവും. എന്നുവെച്ചാൽ ദൈവത്തിനെ അറിഞ്ഞതിന് ശേഷം ആദ്യം അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം, പിന്നെ പൂർണ്ണമായി അറിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. ഇപ്പോൾ ദൈവത്തിൽ നമ്മൾ വളർന്ന് വരികയാണ്. ഇപ്പം മറ്റു ട്രീസയുടെ വിഷയം എന്താണ്? അവർക്ക് കപ്പാസിറ്റിയാണ്. കപ്പാസിറ്റി കാരണം ക്ലെയിമുണ്ട്. കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? അവർ ദൈവത്തിൻ്റെ മകളാണ്. അവളുടെ കയ്യിൽ നിന്ന് ഒത്തിരിയേറെ ചിലവഴിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ കർത്താവിന് വേണ്ടി വിശ്വാസം, കുറച്ച് കൂടിയ വിശ്വാസമാണ്. കൂടിയ വിശ്വാസത്തിൽ നമ്മുടെ വിശ്വാസം മെയിൻ്റനൻസ് ഇല്ലാത്ത വിശ്വാസമാണ് നമ്മുടേത്, ഇല്ലേ? ഇപ്പം ഞാൻ കടലിൽ വെഞ്ചരിക്കാനൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ കടലിൽ ആങ്കറിട്ടിരിക്കണ വള്ളത്തേനെ കൊണ്ടുപോകും. അത് വെഞ്ചരിക്കാൻ പറയും. അപ്പോൾ ഞാൻ വെഞ്ചരിക്കുമ്പോൾ വെഞ്ചരിച്ച് കഴിയുമ്പോൾ ഇവരെന്നെ പറയും, അച്ഛാ ഇത് കയറ്റാനിട്ടിരിക്കുകയാണെന്ന്. ഞാൻ ഇവിടെ ഇതിന് മുരിങ്ങ പിടിച്ചിരിക്കുകയാണെന്ന്. കുറേ നാൾ കായലിൽ കിടന്ന് കഴിയുമ്പോൾ മുരിങ്ങ എന്നും പറഞ്ഞൊരു തരം പുഴുണ്ട്, കക്കായൊക്കെ പിടിച്ചിരിക്കും.
അത് വള്ളത്തിന് ദൂരം ഉണ്ടാക്കും. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ആധ്യാത്മിക ജീവിതം മുരിങ്ങ പിടിച്ചതായിരിക്കും. അത് പറിച്ചു കഴിയുമ്പോൾ ഒരു ദൂരം ഉണ്ടാവില്ല. ഇതാണ് വിഷയം വേണ്ടത്. അതല്ലാതെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ രീതിയിൽ പോകുന്നു. അതായത് നമുക്കൊരിക്കലും ഇങ്ങനെ പാർട്ട് ടൈം ക്രിസ്ത്യൻസായിട്ട് പോകാൻ പറ്റത്തില്ല. ആധ്യാത്മിക ജീവിതത്തിൽ ഷിഫ്റ്റുമില്ല. ഉച്ചവരെ ഒരു ബാച്ച്, ഉച്ച കഴിയുമ്പോൾ വേറൊരു ബാച്ച്, അങ്ങനെ ഒന്നുമില്ല. അതായത് ഇതെല്ലാം ദൈവത്തിലുള്ള ഒരു നിലപാട്, ഒരു നയം, ഒരു സമീപനം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സത്യസന്ധമായി അങ്ങയുടെ കൂടെ എല്ലാ അർത്ഥത്തിലും സഞ്ചരിക്കുവാനും സഹവസിക്കാനും ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും സാക്ഷ്യം നൽകാനും എന്നെ അഭിഷേകം ചെയ്യണം. ശ്രുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ട്രീസ ചേച്ചിയുടെ സാക്ഷ്യത്തിലുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെബ്രായർ 10:36 ഹെബ്രായർ 10:34 എന്താ പറയണത്? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. അതാണ് സംഭവം. ഇപ്പം ചില സമയത്ത് ഈ സഹനശക്തി നമുക്ക് ആവശ്യമായത് കൊണ്ടാണ് ദൈവം നമുക്ക് തരുന്നത്. അത് ചിലർ ചോദിക്കുകയെ, ഇപ്പം ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ദിവ്യകുർബാന കൂടുന്നുണ്ടല്ലോ, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ. പക്ഷെ എന്താ പ്രശ്നം? വാഗ്ദാനം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ വാഗ്ദാനത്തിൽ എന്തെല്ലാം ഉണ്ട്? ഇപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനം ശരീരത്തിൽ പ്രാപിക്കുന്നത് സൗഖ്യം, ദൈവത്തിൻ്റെ വാഗ്ദാനം ജീവിത മണ്ഡലങ്ങൾ പ്രാപിക്കുന്നത് അനുഗ്രഹം, അതാണ് ഈ വസ്തു വിൽപ്പന, വിവാഹം, വീട് ഒക്കെ വരും. ദൈവത്തിൻ്റെ വാഗ്ദാനം ആത്മാവിൽ പ്രാപിക്കണ കൃപ, നിത്യത വരെ. അപ്പോൾ വാഗ്ദാനം ഒരു മനുഷ്യന് പലതരത്തിൽ പ്രാപിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തിൻ്റെ ഒന്നും വായിച്ചോളൂ. 10:36 ഹെബ്രായ ലേഖനത്തിലെ സ്തുതികട്ടെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ഇത് വിഷയത്തിൽ ചില വാഗ്ദാനങ്ങൾ പ്രാപിക്കണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ ജനറേറ്റ് ചെയ്യണം. എനിക്കറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയാറുണ്ടോ, ഇപ്പോൾ ഈ ആംപ്ലിഫൈ, ഞാൻ എൻ്റെ സൗണ്ട് ആംപ്ലിഫൈ ചെയ്യണം ഇപ്പോൾ, അല്ലേ? നിങ്ങൾ സൗണ്ട് ബോക്സിൽ നിങ്ങളത് റിസീവ് ചെയ്യുന്നു, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ നിങ്ങൾ കേൾക്കുന്നു. അതിനൊക്കെ സിംഗിൾ ഫേസ് മതിയാവും. പക്ഷെ നമുക്കൊരു തടി മില്ലിന് തടി ഇറക്കണമെന്നുണ്ടെങ്കിൽ ഈ കറണ്ട് പോരാ, ത്രിബിൾ ഫേസ് വേണം. അതാണ് പ്രശ്നം. ഇതുപോലെ വലിയ വാഗ്ദാനം, ചെറിയ വാഗ്ദാനത്തിനൊക്കെ ഇതുപോലെയുള്ള അത്യാവശ്യം നവേനയും പ്രാർത്ഥനയൊക്കെ അങ്ങനെയൊക്കെ മതിയാവും. പക്ഷേ നിത്യത പോലെയുള്ള, ചുമ്മാ നിത്യത കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ വന്നിരിക്കുന്നത് 10:10 യോഹന്നാന്റെ സുവിശേഷം എന്താ പറയണത്? ഞാൻ വന്നിരിക്കുന്നത്, പറഞ്ഞോളൂ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും. അപ്പോൾ A+++ ആണ് സംഭവം, അല്ലാതെ B+ അല്ല. B+ ആയിരുന്നെങ്കിൽ അവരിങ്ങനെ തുണിയെ ഇല്ലാതെ കുരിശേക്കരി ഒരു വ്രണമാകേണ്ട ആവശ്യമില്ലായിരുന്നു. ആൻഡ് യു വിൽ ബി റിജക്റ്റഡ് ബൈ നോ മീൻസ്. എന്താ കർത്താവ് പറയണത്? ഇപ്പോഴേ നീ കൃപ സമർത്ഥമാക്കുന്നില്ലെങ്കിൽ നീ B+ നിൽക്കും. B+ കർത്താവിന് വേണ്ടെന്നാണ് പറയണത്. എന്താ കാര്യം? യോഹന്നാൻ 10:10 കാര്യം എന്താണ്? ഞാൻ വന്നിരിക്കണത്, പറഞ്ഞോളൂ, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും. അപ്പൊ ജീവൻ സമൃദ്ധിയായാലേ പിന്നെ യേശു വരേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ വിഷയം വരണത്.
സാധാരണ കൃപകളൊക്കെ പഴയ നിയമത്തിൽ അത്യാവശ്യം കിട്ടുമായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ യേശു വന്നിരിക്കുന്നത് എന്തിനാണ്? കൃപ സമർത്ഥമാകാൻ വേണ്ടിയാണ്. കൃപ സമർത്ഥമാകാൻ വേണ്ടിയാണ്. ഈ ഒരു ബോധം, ഇതൊരു ബോധമാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ ആധ്യാത്മികത എന്ന് പറയുന്ന ഒരു ബോധമാണ്. ബോധം മാത്രമല്ല, ഒരു ബോധ്യം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ബോധ്യം. കാര്യം ഇത് ക്രമേണ വളർന്നു വരുന്നതാണ്. ഇപ്പോൾ റോമ നടപടി പുസ്തകത്തിൽ ഉദാഹരണത്തിന് നടപടി പുസ്തകത്തിന് 15:21 വായിച്ച്. നടപടി പുസ്തകം 15:23 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നടപടി പുസ്തകം 15:23 വായിച്ചോളൂ. അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ അന്ത്യോക്യയിലെയും സിറിയയിലെയും കിലിക്കിയയിലെയും വിജാതിയരുടെ നിന്നുള്ള സഹോദരനുമായ നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന കർത്താവേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ. ചേർന്ന് പാടാം. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അളവില്ലാത്ത നിൻ കൃപമതി 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 സ്തോത്രം യേശുവേ അളവില്ലാത്ത നിൻ കൃപമതി. റോമാലേഖനം 4:21 റോമാലേഖനം 4:21 വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അപ്പം ചില വാഗ്ദാനം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നിത്യത എന്ന് പറയുന്ന വാഗ്ദാനമില്ലേ, ആ നിത്യത എന്ന വാഗ്ദാനം നിറവേറ്റണമെങ്കിൽ നമുക്ക് എന്നാ വേണം? നമുക്ക് പൂർണ്ണമായ ബോധ്യം ഉണ്ടാകണം. മനസ്സിലായില്ലേ? ഭാഗികമായ ബോധ്യം ഉണ്ടായാൽ പോരാ. ഈ പൂർണ്ണ ബോധ്യം നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഹെബ്രായർ 10:36 അനുസരിച്ചാണ്. എന്താണ് ഹെബ്രായർ 10:36 അനുസരിച്ച്? അത് കഷ്ടതയുടെ ഒരു കണ്ടൻ്റ് അതിനകത്തുണ്ടാകും. അപ്പം ഞാൻ ഇങ്ങനെ പറയണമെന്നറിയാമോ? നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കുറേ വാഗ്വാദങ്ങൾ നടത്തി പൊട്ടൻ ക്രിസ്ത്യാനിയായിട്ട് കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ എപ്പോഴും പറയും, എൻ്റെ കൂട്ടുകാരത്തെ ഉടമ്പടി എടുത്തില്ല, അവളെ ദുഃഖവെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോയി ഞാൻ അങ്ങനെ ഇട്ടില്ല, പക്ഷേ അവളെല്ലാം 8 ദിവസം പോകാതെ അവൾ കാനഡയ്ക്ക് പോയി. ഞാനിതെല്ലാം ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോകും, എല്ലാ നിരന്തരം പള്ളിയിൽ പോകും, കർത്താവ് കുടുംബപ്രാർത്ഥന നടക്കും, പക്ഷേ എൻ്റെ കാര്യത്തിനൊരു തീരുമാനമില്ല. ഇങ്ങനെ ഭൗതികമായ നക്കാപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട് ദൈവമായിട്ട് ഗുസ്തി നടത്തും. അവിടെയാണ് ഈ കുഴപ്പം വരുന്നത്. ദൈവമായിട്ട് ഗുസ്തി നടത്തുന്ന അനുസരിച്ച് കൊണ്ട് എന്താ സംഭവിക്കാൻ പോണത്? പണ്ടൊരു കഷ്ണം ഗുസ്തി നടത്തിയിരുന്നില്ല യാക്കോബ്, അല്ലേ? ദൈവമായിട്ട് ഗുസ്തി നടത്തി അവസാനം എളി ഉളുക്കാൻ കൊള്ളാവുന്നല്ലാതെ ദൈവമായിട്ടുള്ള ബന്ധം മുടന്തം ക്രിസ്ത്യാനിയായിട്ട് മാറും വിശ്വാസത്തിൽ. എന്താ കാര്യം? ഈ കാനഡയിൽ പോണത് കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നീ കാനഡയിൽ പോകാൻ വേണ്ടിയാണ്, കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നിൻ്റെ ചിട്ടി വീഴാൻ വേണ്ടിയാണ്. ഇതൊന്നുമല്ല, നിത്യതയാണ് വിഷയം. അപ്പോൾ നിത്യത നിനക്ക് അസൈൻ ചെയ്യുമ്പോൾ നീ എന്നോട് പറയാൻ അഡ്വാൻസ് ചെയ്യാൻ പറയും. അതാണ് വിഷയം എന്നത്. നിത്യത നീ ഇപ്പോൾ അഡ്വാൻസ് കൂടുതൽ ചോദിക്കും ചില. ഇപ്പോൾ നമ്മൾ ഒരു 4 സെൻറ്റ് സ്ഥലം മതി, അപ്പോൾ 8 ലക്ഷം രൂപ എന്ന് വിചാരിച്ചോ. അഡ്വാൻസ് നീ എന്ത് കൊടുക്കും? 2 ലക്ഷം രൂപ. 4 സെൻറ്റ് സ്ഥലം മതി നിനക്ക്, അപ്പോൾ 8 ലക്ഷം രൂപ. നീ അഡ്വാൻസ് എന്ത് കൊടുക്കും? 2 ലക്ഷം രൂപ. പക്ഷേ നിനക്ക് 40 സെൻറ്റ് സ്ഥലം വേണം. 40 സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ എന്ത് ചെയ്യും? 8 ലക്ഷത്തിന് 80 ലക്ഷം രൂപ വേണം. അപ്പോൾ എന്ത് ചെയ്യണം? 10 ലക്ഷം അഡ്വാൻസ് കൊടുക്കണം. അവിടെയാണ് വിഷയം വരുന്നത്. നിങ്ങളുടെയൊക്കെ ഇപ്പം മറ്റു ട്രീസാടെ വിഷയം എന്താണ്? അവർ അഡ്വാൻസ് കൂടുതൽ കൊടുത്തിരിക്കണം. 38 കൊല്ലം രക്തസ്രാവം കൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് ഈ ചേർത്തി പറയവേ, ഞാനേ പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് സ്റ്റെപ്പ് കയറണം, പക്ഷേ എൻ്റെ ഈ യൂട്രസ് ഇറങ്ങണ കാരണം എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ഓരോ സ്റ്റെപ്പും കയറും വിശ്വാസപ്രമാണം ചൊല്ലി കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട്. എന്നാത്തിനാണ് സ്റ്റെപ്പ് കയറണത്? കർത്താവിനെ കാണാൻ വേണ്ടി.
കോവിഡാണെന്ന് പറഞ്ഞ് ഞായറാഴ്ച കുർബാന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഓൺലൈനാണെന്ന് പറഞ്ഞപ്പോൾ ചുരുണ്ടുമുടി കിടന്ന പാർട്ടിയാണ്. ഒരു 90% ക്രിസ്ത്യാനിൻ്റെ കാര്യത്തിൽ കോവിഡ് തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ നല്ലത്. കാര്യം കള്ളൻ ആരാണ്, വെള്ളി ഏതാണെന്ന് ഇപ്പോൾ ഈശോക്ക് മനസ്സിലായി. കോവിഡ് കാലത്ത് നീ എന്ത് ചെയ്തു? നിൻ്റെ കുമ്പസാരം എന്തുമാത്രം നീണ്ടു? നീ ഇപ്പോഴും കുമ്പസാരത്തിട്ടില്ലേ? കോവിഡിൻ്റെ കാര്യവും പറഞ്ഞ് കുമ്പസാരം നീട്ടിക്കൊണ്ട് നിൻ്റെ വിശുദ്ധീകരണം. ഈ ഒരു കാലമാണ് നിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത്. വിശ്വാസത്തിന് യു മസ്റ്റ് പേ. ഇന്ന് പണ്ടത്തെ പോലെ ഈസി അല്ല. നിനക്ക് വിശ്വസിക്കണമെങ്കിൽ സഭയിലുണ്ടാകുന്ന പല വിഷയങ്ങളും അതിനെ അതിജീവിച്ചുകൊണ്ട് നീ വിശ്വസിക്കണം. കാരണം എന്താണ്? നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ലെറ്റ് ദം ഗോ എന്ന് ഈശോ പറഞ്ഞ ആരോടാണ് പറഞ്ഞത്? പത്രോസിനെക്കുറിച്ചും അന്ത്രയോസിനെക്കുറിച്ചും ഒക്കെയാണ് ഈശോ പറഞ്ഞത്. ആരോട് പറഞ്ഞത്? പട്ടാളക്കാരോട് പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ എന്നും. ചില ആൾക്കാർ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ജീവിതം കണ്ടതിന് ശേഷം അതിന് ചില ഉണ്ടായിട്ട് കർത്താവിൽ നിന്ന് മാറാനിരിക്കുന്ന അയ്യോ പാപി അന്നാട് പൊടി ക്രിസ്ത്യാനിയുണ്ട്. അവൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കോവിഡ് വന്നതോടുകൂടി നീ ആരാണെന്നുള്ളത് ഓൾറെഡി റെക്കോർഡായിപ്പോയി. ഇനി നീ അങ്ങനെയല്ല കർത്താവ്, ഞാൻ ഇങ്ങനെയാണ് കർത്താവ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല കർത്താവ്, ഇങ്ങനെ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ കേരള സഭയിലാണെങ്കിൽ 100,000 പ്രശ്നവും. നിന്നെ വിശ്വാസത്തിൽ കൂട്ടാൻ പറ്റുന്ന വിഷയങ്ങളെക്കാൾ ഉപരി നിന്നെ വിശ്വാസത്തിൽ കളയാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആരുണ്ടാക്കിയതാണ്? കർത്താവിൽ അവൻ ആരുണ്ടാക്കാനാണ്? അതായത് എൻ്റെ വിശ്വമുറം അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ വിശ്വമുറം അവൻ കയ്യിൽ കളഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴും. യോഹന്നാൻ മാന്താന എന്താ ചെയ്തത്? യോഹന്നാൻ മാന്താന ഈശോനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പറഞ്ഞത് വീശുമുറ അവൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? അവൻ വീശുമുറ ഇപ്പോഴും കളഞ്ഞിട്ടില്ല. അവൻ എല്ലാ സമയത്തും വീശിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിൻ്റെ ഒരു വീശൽ കഴിഞ്ഞു, അഭയ കേസിൻ്റെ വേറെ വീശൽ കഴിഞ്ഞു, അതിനുശേഷം ഫ്രാങ്കോ പിതാവിൻ്റെ വീശൽ കഴിഞ്ഞു. ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. പതിരെവിടെ വീഴുന്നു? പറന്നുപോയി. പതിര് ക്രിസ്ത്യാനികൾ പറന്നു പോയില്ലേ? അവൻ പള്ളിപ്പോലും അവനെ കാണാനില്ലല്ലോ. കതിര് കൂടെ നിൽക്കുന്നു. ശ്രുതികട്ടെ ശ്രുതികട്ടെ സ്തോത്രം. യേശുവേ ആരാധന. ആരാധന. നടപടി റോമാലേഖനം 15:23. ശ്രുതികട്ടെ റോമാലേഖനം 15:23 വായിച്ചോളൂ. ഇപ്പോഴാകട്ടെ എനിക്ക് ഈ പ്രദേശങ്ങളിൽ പ്രവർത്തനത്തിൽ നിന്നുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. നിങ്ങളുടെ അടുക്കൽ ഇതാരാണെന്ന് പറയണമെന്നറിയാമോ? പൗലോസ് അപ്പോസ്തലനാണ്. എവിടെ വെച്ചാൽ പറയണത്? കൊറിന്ത്യസിൽ എഴുതി പറഞ്ഞത്. ആരോടാ പറയണത്? റോമക്കാർ പറയുന്നത്. എന്താ കാര്യം? പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു ബോധ്യമാണത്. എന്താണ്? കൊറിന്ത്യസ്കാരോട് പറയുകയാണ്, എനിക്കിപ്പോഴേ ഇവിടെ പ്രവർത്തിക്കാൻ വലിയ സാധ്യതയൊന്നുമില്ല എന്ന് പറയും. ഇല്ലേ? ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊരു ബോധമാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നതും വിശ്വാസം എന്ന് പറയുന്നതും ബോധവും ബോധ്യത്തിൻ്റെയും വളർച്ചയാണ്. നിനക്കിപ്പം 45 വയസ്സുണ്ടെങ്കിൽ 45 വയസ്സിൻ്റെ ഒരു വളർച്ച കാണിക്കണം. പല വിശ്വാസിക്കും സംഭവിച്ചിരിക്കണം ഇതാണ്. ഭയങ്കര വയസ്സൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യ കുർബാനയ്ക്ക് അപ്പാറിന് എന്ത് വിശ്വാസം ഉണ്ടായിരുന്നു അതേ ഇപ്പോഴുള്ളൂ വിശ്വാസത്തിൽ. ഇത് ഒരു വളർച്ചയാണ് ശരിക്കും. കർത്താവ് നമ്മൾ വളരാൻ വേണ്ടി ഇങ്ങനെ ഓരോ സംഭവം. കോവിഡ് കഴിയുമ്പോൾ വേറൊരു സാധനം വരും. പള്ളി പോലും കയറാൻ പറ്റാത്തൊരു കാലം കടന്നു പോവുകയാണ്. പക്ഷെ നീ കയറിയോ? ചില ആൾക്കാരൊക്കെ വന്നിട്ടേ, ഞാൻ പൊങ്കാവ് പള്ളിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട്, ഒരു മനുഷ്യൻ പള്ളി അടച്ചിട്ടിരിക്കുകയും എല്ലാ ദിവസവും വന്ന പള്ളിയുടെ വാതിക്ക് അടഞ്ഞു കിടക്കുന്ന പള്ളിയുടെ അകത്തേക്ക് മനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് പോകും. ഏത് കോവിഡ് വന്നാലും ആലയം അടച്ചാലും ആ മനുഷ്യൻ്റെ മനസ്സ് അടഞ്ഞിട്ടില്ല. അവൻ കർത്താവിൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. ഇങ്ങനെയുള്ള വാതിലടക്കലായിട്ടുള്ള കാലം വാതിലടക്കുകയും അടക്കുമ്പോഴൊക്കെ ഇത് എന്താ ചെയ്യുക? ആരെയാണ് ഇത് ലക്ഷ്യം വെക്കണത്? പതിരേതാണ്, കതിരേതാണ്? പ്രഭോ അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി? ഞങ്ങൾ കളകൾ പറിച്ചു കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, നിൽക്കട്ടെ. എവിടെയാണ്?
കൊയ്ത്ത് വരെ നിൽക്കട്ടെ. കൊയ്ത്ത് കാലമാകുമ്പോൾ ഞാൻ പറയും, ആദ്യം നിങ്ങൾ കളകളെല്ലാം കെട്ടുകെട്ടായി ശേഖരിക്കുവിൻ, കതിരുകൾ എൻ്റെ അറപ്പുറയ്ക്ക് ശേഖരിക്കുവിൻ. അപ്പം കതിരും പതിരും കളയും വിളയും എപ്പോഴും വിഷയമാണ്. അതുകൊണ്ട് കോവിഡ് കഴിയുമ്പോൾ വേറൊരു അസുഖം വരും, അല്ലെങ്കിൽ സഭയിലൊരു പാഷാണ്ഡത വരും, അല്ലെങ്കിൽ സ്കാനിങ് വരും, ഒരു സ്കാം വരും. ഇങ്ങനെയൊക്കെ ഓരോ സംഭവത്തിലൂടെ ഉണ്ടാകുന്ന വിഷമുറങ്ങളിലൂടെ ഈ മനുഷ്യൻ ദൈവത്തിനുള്ളവനാണെങ്കിൽ മോശ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാലമുണ്ട്. 40 ദിവസത്തെ ആബ്സെൻസിന് ശേഷം 40 ദിവസമാണ് മോശ ഭൂമിയിലില്ലാഞ്ഞത്. സീനായ് മലമുകളിലായിരുന്നത്, കർത്താവിൻ്റെ കൂടെയായിരുന്നത്. ഇറങ്ങി വരുമ്പോൾ എന്ത് പറ്റി? മോസസ് ഏറ്റവും വിശ്വസിച്ചിരുന്നവനാണ് അഹറോൻ, പുരോഹിത ശ്രേഷ്ഠൻ. അഹറോൻ എല്ലാവരും കൂടി അഹറോനെ പൊതിഞ്ഞിട്ട് പറയും, ഞങ്ങൾക്ക് കാളക്കൂട്ടി ഉണ്ടാക്കി തരാൻ പറയും. അപ്പം അഹ്റോൻ ഇവിടേക്ക് സ്വർണ്ണം വാങ്ങിച്ചിട്ട് കാളക്കൂട്ടി ഉണ്ടാക്കും. അപ്പോൾ മോസസ് ഇതാണ് കാണുന്നത്. അപ്പം മോസസ് അവർ തുള്ളാത്തതൊന്നുമല്ല പ്രശ്നം. മോസസ് പറയുന്ന വാക്കുണ്ട്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. ദൈവത്തെ കർത്താവെന്ന് വിചാരിക്കുന്നവനും വിശ്വസിക്കുന്നവനും മാറി നിൽക്കാൻ പറയും. എന്തിനാ കാര്യം? അത് പേറ്റലാണ്. ഒരു കോവിഡ് വരുമ്പോൾ കർത്താവിനുള്ളവർ മാറി നിൽക്കാൻ പറയുകയാണ്. നിൻ്റെ കുടുംബത്തിൽ സാമ്പത്തിക തകർച്ച വരുമ്പോൾ ദൈവത്തിനുള്ളത് മാറി നിൽക്കാൻ പറയുകയാണ്. അപ്പം നീ ഇത്രയും നാൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊന്നും കാര്യങ്ങളല്ല. കാര്യം എന്താ? ഒരു ഇഷ്യൂവിനെ താങ്ങാൻ അതൊന്നും പറ്റണില്ല. എൻ്റെ ദൈവത്തിലെ നീ വേദനിക്കാനോ വിഷമിപ്പിക്കാനോ എന്നല്ല ഞാൻ പറയണത്. തെറ്റുണ്ടെങ്കിൽ നീ ദാവീദിനെ പോലെ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം. എന്താ കാര്യം? തെറ്റിപ്പോയി, പക്ഷേ അങ്ങയുടെ തിരുസന്നിധി നിന്നെ തള്ളിക്കളയരുത്. ദാവീദ് എന്തെല്ലാമാണ് ഏറ്റവും പറഞ്ഞ ഏറ്റവും വലിയ കാര്യം എന്താണ്? പരിഭാവനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ഏറ്റവും വലിയ ഒരു കാലത്ത് ദൈവം എന്തുമാത്രം സ്നേഹിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ അബദ്ധങ്ങൾ പറ്റി. സാഹചര്യം വന്നപ്പോൾ റീഡ് ചെയ്യാൻ പറ്റിയില്ല. സാഹചര്യം വന്നപ്പോഴേ റീഡ് ചെയ്യാൻ പറ്റിയില്ല, അബദ്ധത്തിൽ വീണു. പക്ഷെ ദാവീദ് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തെറ്റുപറ്റി, പക്ഷേ എന്നെ തള്ളിക്കളയരുത്. പിന്നെ എന്ത് ചെയ്യണം? അങ്ങനെ പരിപാവനെ എന്നിൽ നിന്ന് തിരികെ വിളിക്കരുത്, പരിശുദ്ധാത്മാവിനെ. ഒരു പക്ഷേ എൻ്റെ ദൈവത്തിൽ എൻ്റെ ധ്യാനം ഈ ശുശ്രൂഷ കേൾക്കുമ്പോഴേ നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാലം ഉണ്ടെന്ന് വിചാരിച്ചോ, നീ ഇത്രയും പറഞ്ഞാൽ മതി, കർത്താവെ അറിയാണ്ട് തെറ്റുപറ്റിപ്പോയി. ദാവീദിനെപ്പോലെ ഞാൻ കരഞ്ഞു പറയുന്നു, ഇനി എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ തിരിച്ചു വിളിക്കരുത്. അതുപോലെ തന്നെ കർത്താവെ, നീ എന്നിൽ നിന്ന്, നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേ അറിഞ്ഞംഗീകരിച്ച് പറയേണ്ട കാലങ്ങളിൽ അത് ചെയ്യാൻ കഴിയാതെ പലപ്പോഴും ഞാൻ നിന്റെ വഴിയെ എന്റെ ബോധ്യങ്ങളുടെ വഴിയെ എന്റെ സഹപ്രവർത്തകരുടെ എന്റെ പ്രസ്ഥാനങ്ങളുടെ വഴിയെ അങ്ങേ മറന്നു പോയിട്ടുണ്ട്. ദാവീദിനെ പോലെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ എന്നെ തള്ളിക്കളയരുത്. കർത്താവേ, ഹല്ലേലൂയ. സങ്കീർത്തനം 51:11 പ്രാർത്ഥിക്കുന്നു ഈശോയെ. യേശുവേ ആരാധന. പരിപാവനനേ എന്നിൽ നിന്നും തിരികെടുക്കരുതെൻ പരനേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ ധർമ്മിച്ചരുളുക നാഥാ. ധീരായൊരു മാനസം തീർത്തരുൾവെന്നിൽ ദേവാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ അഭിഷേകത്തിൻ്റെ നിറവിലെ ഉടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേലും ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ ഉടമ്പടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്.
ഈ ആരാധന നിമിഷം അനേകം മക്കളെ കർത്താവ് നിങ്ങൾക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ വേദനകളെയും ഭാരങ്ങളെയും രോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഇപ്പോൾ ഈശോ ഏറ്റെടുക്കാം. നിങ്ങൾ സന്തോഷത്തോടു കൂടി ആണ് ഇപ്പോഴേ കർത്താവിന് തിരുസന്നിധി ചെലവഴിക്കേണ്ടത്. അച്ഛന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് നല്ല അഭിഷേകമുള്ള വചനങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛന് ആരെയാണ് കർത്താവ് സ്പർശിക്കുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്കണം. കടങ്ങൾ കയറി മുടിഞ്ഞവരും ഭാരമുള്ളവരും ജീവിതത്തിൽ എരിവെയിലത്ത് നിൽക്കുന്ന പോലെയുള്ള അനുഭവമുള്ളവരും ഒക്കെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു മനുഷ്യനോട് ഞാൻ പറയുകയാണ്, അതായത് കർത്താവ് ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്, ഞാൻ നിന്നെ ഒരു കാരണവശാലും നിന്നെ തള്ളിക്കളയത്തില്ല എന്ന് പറഞ്ഞ വചനത്തിൽ വേണം നിങ്ങൾ വിശ്വസിക്കാൻ. പ്രത്യേകിച്ച് ഹെബ്രായ ലേഖനം 13:5 അറ്റ് എനി കോസ്, ഒരു കാരണവശാലും. പക്ഷേ നിന്റെ പാസ്റ്റ് ലൈഫ് കർത്താവിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത ജീവിതമായിരിക്കും. ബട്ട് ഡോണ്ട് മൈൻഡ് അബൌട്ട്, ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. എന്താ കാര്യം? എന്താ കർത്താവ് പറഞ്ഞൊരു ഒറ്റ വാക്കാണ്. എന്താണ്? മകളെ, കഴിഞ്ഞ കാലങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ച് കാണും, പക്ഷേ ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്. മേലിൽ നീ അത് ചെയ്യരുതെന്ന് മാത്രമേ ഈശോ പറഞ്ഞുള്ളൂ. അങ്ങനെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പട്ടാങ്ങിയായിട്ട് കട്ടായം പറയണം, കർത്താവെ, മേലിൽ ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചുകൊള്ളാം. അങ്ങയ്ക്ക് വേണ്ടി, അങ്ങയെപ്രതി അങ്ങയ്ക്ക് വേണ്ടി ഞാൻ സാക്ഷ്യമായി ജീവിച്ചുകൊള്ളാം. പ്രാർത്ഥിക്കുക, കർത്താവേ, മേലിൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ചുകൊള്ളാം. കർത്താവേ, അപസ്മാര രോഗിയുടെ പിതാവിനെ പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 9:22 മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. എന്റെ കർത്താവേ, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധമായ തിരുമുറുവാർന്ന വലത്തുകരം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ആണിപ്പെടുതാർന്ന അത്ഭുതകരം ശരീരം പൊള്ളുന്നവരിലെ, അസ്ഥി പൊള്ളുന്നവരിലെ, വാത രോഗികളിലെ, കരൾ രോഗികളിലെ, കർത്താവേ, ഹൃദയം നൊമ്പർ അനുഭവിക്കുന്നവരിലെ, ഹൃദയത്തിൽ ബ്ലോക്ക് ഉള്ളവരിലെ, തൈറോയ്ഡ് രോഗികളിലെ, ടോൺസിൽ രോഗികളിലെ, സ്പോണ്ടിലോസ് രോഗികളിലെ, തലച്ചോറിന് രോഗമുള്ളവരിലെ കർത്താവിന്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങളെ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സുഖപ്പെടുത്തും നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഞങ്ങളെ സാക്ഷികളായി സുഖമായി എന്റെ ഉള്ളം യേശുവേ ആരാധന. സദയം യേശുവേ ആരാധന. പരിശുദ്ധ പരമ ഹൃദയകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും ഞങ്ങളെ സുഖപ്പെടുന്നതേ പറയുന്നു. അരികിൽ വരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, അടിവയറ്റിൽ വേദനയുള്ളവരെ അടിവയറ്റ് കൈവെക്കുക. യൂട്രസിന് വേദനയുള്ളവരെ, യൂട്രസിൽ സിസ്റ്റ് ഉള്ളവരെ, ഗർഭാശയത്തിന് അതുപോലെ മിസ് പ്രഗ്നൻസി സംഭവിച്ചിട്ടുള്ളവരെ, അതായത് ട്യൂബിൽ ഗർഭം ധരിച്ചിരിക്കുന്നവരെ, ഇതുവരെ മക്കളില്ലാത്തവരെ എല്ലാം അടിവയറ്റ് കൈവെക്കട്ടെ. ഈ ആരാധനയിൽ കർത്താവ് നിന്നെ സ്പർശിക്കാം.
അതുപോലെ തന്നെ പിസ്റ്റില രോഗികൾ, PCOD രോഗികൾ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. തിരുരക്തത്തിൻ്റെ അഭിഷേകം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന. ഈശോ കിഡ്നി രോഗികളെ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. വെർട്ടിബ്രൽ ഡിസ്ലൊക്കേറ്റ് ആയിട്ടുള്ളവരുണ്ട്. നടുവിലിന് ഡിസ്ലൊക്കേഷൻ സംഭവിച്ചവര്, അതിൻ്റെ കശേരികൾ തെറ്റിക്കിടക്കുന്നവര്, കൊടിയ വേദന അനുഭവിക്കുന്നവര്, മലർന്നു കമന്നു കിടക്കാൻ പറ്റാത്തവര്, അവര് നടുവിനെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശരീരത്തിൽ മുഴ ഉള്ളവരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. കക്ഷത്തിന് താഴേക്ക് മുഴ വന്നിട്ട് നിൽക്കുന്നവരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവരെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്വാസകോശ രോഗികള്, ഹൃദയത്തിൻ്റെ രോഗികള്, ശ്വാസകോശങ്ങളിൽ പതിരയിൽ എപ്പോഴും സജ്ജലമായിരിക്കുന്നവരെ, എപ്പോഴും ശ്വാസതടസ്സമുള്ളവരെ, കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശ രോഗികളുടെ ശ്വാസകോശങ്ങളെ അങ്ങ് കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോ തൊണ്ടയെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശ്വാസകോശങ്ങളെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹൃദയത്തിൽ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. നടുവ് രോഗികളെ കർത്താവേ, കിഡ്നി രോഗികളെ കർത്താവേ, പാങ്ക്രിയാസിന് അസുഖമുള്ളവരെ, ഷുഗർ രോഗികളെ, യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. സ്തോത്രം കർത്താവേ, നന്ദി കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അരികിൽ വരണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ജീസസ്, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി കർത്താവേ. സൗഖ്യത്തിന് യേശുവേ നന്ദി കർത്താവേ. സ്പർശിച്ച് നന്ദി പറയുന്ന കർത്താവേ, കർത്താവേ സാക്ഷികളായി മാറ്റണമേ. യേശുവേ ആരാധന. അരിൽ വരയണമേ. കർത്താവ് പൂട്ടിക്കിടക്കുന്ന കുറെ കടകളെയും കമ്പോളങ്ങളെയും കാണിക്കുന്നുണ്ട്. കടകള്, പീഡിയക്കടകള്, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകൾ, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ, നിന്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിലെ വരുമാനത്തിന് വേണ്ടി നീ ഉപയോഗിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിക്കിടക്കണ എല്ലാം കർത്താവ് ഫെബ്രുവരി 26 മുതൽ 29 വരെയുള്ള ദിവസങ്ങൾ, 28 വരെയുള്ള ദിവസങ്ങളിൽ കർത്താവ് ഇതെല്ലാം തുറക്കും. നീ അതിനകത്ത് ആരും വന്നില്ലെങ്കിൽ കയറി ഇരുന്നേക്കണം യേശുവിൻ്റെ നാമത്തിൽ. യു ഗോട്ട് ദ പോയിന്റ്. ഡോണ്ട് മിസ് മീ. ഞാൻ പറയുന്നത് നിനക്ക് നഷ്ടപ്പെടരുത്. അതായത് ആരും വന്നില്ലേലും പോയില്ലേലും, നിനക്ക് അതിൻ്റെ അകത്ത് മുടക്കാൻ പൈസ ഇല്ലെങ്കിലും, നിനക്ക് അതിൻ്റെ അകത്ത് മുടക്കാൻ ആരും നിനക്ക് തരണില്ലെങ്കിലും, എൻ്റെ ദൈവപൈതലെ എന്ത് പൊടിപ്പിക്കണം മില്ലായപ്പോലും തടിമില്ലായപ്പോലും നീ അന്ന് കയറിയിരിക്കണം. 3 ദിവസം 26, 27, 28 തീയതികളിൽ കയറിയിരിക്കണം. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അവിടെ കയറിയിരിക്കണം നീ പറയണം. എന്നിട്ട് നീ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് നിന്റെ കടങ്ങളെ പരിഹരിക്കുകയും നിനക്കതുകൊണ്ട് നിനക്ക് എന്താണ് ഈശോ ഈ വർഷം, അതുകൊണ്ട് നിന്റെ എങ്ങനെയാണ് ജീവിക്കുന്നത്, അത് എങ്ങനെ നിന്റെ കുഞ്ഞുങ്ങൾ ജീവിക്കണമെന്ന് അതിനുള്ള വഴികൾ പരിശുദ്ധ അമ്മയുടെ കയ്യിലുണ്ട്. അത് നിനക്ക് വെളിപ്പെട്ട് കിട്ടുകയും നിന്നെ ആഭിചാരിത നിനക്ക് ചിന്തിക്കാനാവാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കർത്താവിനോട്, കർത്താവേ എനിക്ക് ഇന്ന് ദർശനം നീ സംസാരിക്കണം. വേദനിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് അവർക്ക് ആശ്വാസം കൊടുക്കാൻ നിന്റെ ആശ്വാസം പകർന്നു നൽകാൻ കഴിയണം. അത് അങ്ങനെ കിട്ടിയ സന്ദേശമാണിത്. അതുകൊണ്ട് എപ്പോഴും ഈ സന്ദേശം വർക്ക് ചെയ്യണത് മുഴുവനും എപ്പോഴും വ്യവസായ മേഖലകളിലാണ്, ഇൻക്ലൂഡിങ് ദ ഇൻഡസ്ട്രി. അതെല്ലാം നീ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ വിട്ടുമാറാത്ത സ്ഥലങ്ങൾ, വിറ്റുപോകാത്ത സ്ഥലങ്ങൾ, എടുക്കാനുള്ള സ്ഥലങ്ങൾ, അവിടെ എല്ലാം നീ അഡ്വാൻസ് കൊടുത്തിട്ട് നിനക്ക് പണം കിട്ടാത്ത സ്ഥലങ്ങളെല്ലാം നീ 26, 27, 28 നീ അത് വിസിറ്റ് ചെയ്യണം. അതിൻ്റെ കയ്യിൽ കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ രൂപം ഉണ്ടാകണം. അല്ലെങ്കിൽ ഒരു ഇല്ലെങ്കിൽ ഒരു ജപമാരെങ്കിലും നിന്റെ കയ്യിലുണ്ടാകണം. അതുമില്ലെങ്കിൽ കർത്താവിൻ്റെ വചനം നിന്റെ കയ്യിലുണ്ടാകണം. അതുകൊണ്ട് നീ നിന്റെ വിശ്വാസം പ്രഖ്യാപിക്കണം. കാര്യം നിന്റെ വിശ്വാസത്തിന്റെ കാണാത്ത കുരിശ്, ഉത്ഥാനത്തിന്റെ കുരിശ്, മഹത്വത്തിന്റെ
ദൈവത്തിന്റെ കുരിശ് നീ വിശ്വാസത്തിൽ അവിടെ നാട്ടണം. തിന്മയുടെ ശക്തികൾ, പൈശാസ്വാധീനങ്ങൾ ആ 3 ദിവസങ്ങളിൽ നിന്നെ വിട്ടൊഴിഞ്ഞു പോവുകയും കർത്താവ് നിനക്ക് സുപ്രഭാതങ്ങളെ വെളിച്ചത്തിന്റെ പ്രഭാതം നിനക്ക് കാണിച്ചു തരികയും ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ദൈവത്തിന്റെ ഓരോ മകനെയും അങ്ങ് സ്പർശിക്കുന്നെന്ന് പറയുന്ന കർത്താവേ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. സുഖമായി നന്ദി പറയുന്ന കർത്താവേ ഈശോയെ അരികിൽ വരണമേ. ഈശോയെ ഞങ്ങളെ സാക്ഷികളാക്കി മാറ്റണമേ. ഈശോയെ വ്യവസായ അനുപ്രിയയുടെ സാക്ഷ്യങ്ങളിൽ ഒന്നാമത്തത്, അനുപ്രിയക്ക് ലോൺ കിട്ടണേ ഇല്ലായിരുന്നു. ലോൺ കിട്ടണേ ഇല്ലായിരുന്നു. പിന്നെ എന്താ ചെയ്തിരിക്കണത്? ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ കിട്ടാത്ത സംഭവത്തിന് ഷോർട്ട് ടൈം ചെയ്തു. അതിന് പറയണ 3 മാസത്തെ പ്രോസസ്സിങ് വേണം, എനിക്ക് ഒറ്റ ആഴ്ച കൊണ്ട് കാശ് കൈ കിട്ടിയെന്ന്. ഇതാണ് അമ്മ. അതായത് അതിന് പറയണ ഇതാണ് 3 മാസത്തെ. എനിക്ക് എന്നെ ആരും അടുപ്പിക്കുന്നേ ഇല്ലായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എന്നെ എല്ലാവരും ഓടിക്കുകയായിരുന്നു ബാങ്കുകാർ. പക്ഷേ ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ കൂടെ വന്നു. പിന്നെ ഉടനെ പ്രോസസ്സിങ് ആയി, ഉടനെ സാങ്ഷനായിട്ട് എൻ്റെ പ്രോസസ്സിങ് 3 മാസം എടുക്കും. പക്ഷേ ഒറ്റ ആഴ്ച കൊണ്ട് കാശ് എനിക്ക് കിട്ടിയെന്ന്. ഇത് സ്പീഡാണ് സംഭവം. പക്ഷേ അനുവിൻ്റെയൊക്കെ ഒരു നിലപാടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് 33 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. ചുമ്മാ ഇല്ല, അല്ല രാവിലെ 6:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ട്. അതിന് 9 മണിക്ക് എഴുന്നേറ്റിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ഇപ്പം നാളെ ചെല്ലാന്ന് പറയും. അപ്പം നിങ്ങളുടെ കാര്യം നാളെ പോകും. വിശ്വാസം എന്തിനു വേണ്ടിയുള്ളതാണ്? ദൈവത്തിലെ അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ളതാണ്. കർത്താവേ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള കൃപ നൽകണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള കൃപ നൽകണം പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വ്യത്യസ്തമായ തടസ്സങ്ങളിൽ കർത്താവേ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, മാരക രോഗങ്ങളിൽ, വിവാഹം ഒത്തുവരാത്ത അവസ്ഥകൾ, മക്കളില്ലാത്ത അവസ്ഥകൾ, ജോലി കിട്ടാത്ത അവസ്ഥകൾ, പരീക്ഷകൾ, കർത്താവ് പരാജയപ്പെടുന്ന അവസ്ഥകളിൽ, വിദേശത്ത് ജോലിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥകൾ, കർത്താവ് അങ്ങ് അതുപോലെ തന്നെ കർത്താവ് ഒരു വീട് കിട്ടാത്ത അവസ്ഥകൾ, സ്വദേശത്ത് വിദേശത്ത് വീട് കിട്ടാത്ത അവസ്ഥകൾ, കർത്താവ് ഇങ്ങനെയുള്ള എല്ലാ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാതാവിന്റെ മധ്യസ്ഥത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഞങ്ങളെല്ലാം അങ്ങ് സ്പർശിക്കുന്നത് പറയുന്നു. ആരാധന, സമാപനാശീർവാദമാണ് മൗനമായി പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കുക.